നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ഗാസയിൽ കൂട്ടക്കുരുതി തുടരുകയാണ്. കുഞ്ഞുങ്ങളുടെ നിലവിളികൾ അവസാനിക്കുന്നില്ല. ഓരോ ദിവസവും കൊല്ലപ്പെടുന്നവരുടെ എണ്ണവും കൂടുകയാണ്. പട്ടിണി കൊണ്ട് ജീവിതം ഗതിമുട്ടിയവരുടെ നാടായി മാറി ഗാസ. അപ്പോഴും ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ വിശ്രമമില്ലാതെ തന്നെ ഗാസയിലെ സാധാരണക്കാർക്കു നേരെ ബോംബുകൾ വർഷിക്കുകയാണ്. ഈ കൂട്ടക്കുതിരയെ ന്യായീകരിക്കുന്ന രണ്ട് രാജ്യങ്ങളെ ലോകത്തുള്ളൂ. ആസൂത്രിത കൂട്ടക്കൊല ശീലമാക്കിയ ഇസ്രയേലും അതിന് എല്ലാവിധ ഒത്താശയും ചെയ്യുന്ന അമേരിക്കയും. ഈ രണ്ട് രാജ്യങ്ങളുടെയും തലവന്മാർ കൂടിയിരുന്ന ഗാസയിലെ സമാധാനത്തിനായി 20 നിർദ്ദേശങ്ങൾ തയ്യാറാക്കി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഈ നിർദ്ദേശങ്ങളിൽ ഹമാസിൻ്റെ മറുപടി ഇനിയും വന്നിട്ടില്ല. പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമോ? ഘട്ടം ഘട്ടമായി ഇസ്രയേൽ സേന പിന്മാറും എന്ന് പറഞ്ഞാൽ ഈ അവസാന ഘട്ടം എന്നു തീരും തുടങ്ങി പല അടിസ്ഥാനപരമായ സംശയങ്ങൾക്കും ഈ കരാർ നിർദ്ദേശങ്ങളിൽ എവിടെയും മറുപടിയില്ല. പക്ഷേ ഒരു വഴിക്ക് സമാധാന നിർദ്ദേശം വെക്കുമ്പോഴും മറുവഴിക്ക് ആക്രമണം തുടരുകയും ചെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞ മണിക്കൂറുകൾ മാത്രം 30 പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത്. എങ്കിലും ലോകം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ കൂട്ടക്കുരുതിക്ക് അവസാനമാകുമെന്ന പ്രതീക്ഷയിൽ. ആ കുഞ്ഞുങ്ങളുടെ നിലവിളികൾ അത്രത്തോളം പൊള്ളിക്കുന്നുണ്ട് മാനവികത മരിക്കാത്ത മനുഷ്യരെ. ട്രംപിൻ്റെ നിർദ്ദേശം ഗാസയിൽ സമാധാനം കൊണ്ടുവരുമോ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും കാസർഗോഡ് നിന്ന് ഗൗതമാണ് ആദ്യ പ്രേക്ഷകനായിരുന്നത്. ശ്രീ ഗൗതം, ട്രംപും നെതന്യാഹുവും കൂടി ചർച്ച ചെയ്ത് ഒരു നിർദ്ദേശമൊക്കെ തയ്യാറാക്കി ഒരു 20 ഗാസയിൽ അങ്ങനെ ഒരു സമാധാനം പുലരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ? ഗൗതം കേൾക്കാമോ? ഗൗതം കേൾക്കാമെങ്കിൽ പറഞ്ഞോളൂ. ശ്രീ മൊയ്തീൻ കുഞ്ഞാണ് കായംകുളത്ത്. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, താങ്കൾക്ക് പറയാം. നമസ്കാരം. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. ഈ ഗാസയിലെ കൂട്ടക്കുരുതി നിൽക്കണമെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹു മരണപ്പെടണം. അല്ലാതെ കണ്ട് അവിടെ ഒരിക്കലും അവിടെ ഒരു ശാന്തി സമാധാനം ഉണ്ടാകത്തില്ല. ഇപ്പൊ 20 നിബന്ധനകൾ കൊണ്ടുവന്ന് വെച്ചതെന്ന് പറഞ്ഞാൽ ഹമാസ് അതിനകത്ത് അത് അംഗീകരിക്കുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഹമാസ് അങ്ങ് പിന്മാറിയാൽ മതിയല്ലോ. ഈ രണ്ട് രാജ്യങ്ങൾ, അതായത് ട്രംപ് ആയുധം കൊടുത്ത് നെതന്യാഹുവിനെ കൊണ്ട് ആളുകളെ കൊല്ലിക്കുക, ഇതാണ് അവർ കണ്ടേക്കുന്ന ഒരു ഹോബി. നെതന്യാഹു എന്ന് മരണപ്പെടുന്നോ അതിനുശേഷമേ അവിടെ സമാധാനം പുനഃസ്ഥാപിക്കത്തുള്ളൂ. അത് തന്നെയല്ല, നെതന്യാഹു ഈ യുദ്ധം നിർത്തിക്കഴിഞ്ഞാൽ നെതന്യാഹു അകത്ത് പോകുന്ന ഒരു കാര്യമാണ്. എന്തുമാത്രം കേസ് കിടക്കുക. ഇയാൾ ചില വിഷയങ്ങൾ കൂടിയുണ്ട്. അവിടുത്തെ ആഭ്യന്തര പ്രശ്നത്തിൽ തന്റെ അധികാരം നിലനിർത്താൻ വേണ്ടിയാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇങ്ങനെ ഒരു യുദ്ധത്തിന്റെ അന്തരീക്ഷവും യുദ്ധവും ഒക്കെ നിലനിർത്തുന്നെന്നുള്ള രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾ കൂടിയുണ്ട് എന്നത് ശരിയാണ്. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ അവസാനിക്കാത്ത കൂട്ടക്കുരുതി, അതിന് ഇനിയെങ്കിലും ഈ ട്രംപിന്റെ 20 നിർദ്ദേശങ്ങൾ കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? നമസ്കാരമുണ്ട് സാറേ. നമസ്കാരമുണ്ട്. ട്രംപിന്റെ 20 അല്ല 400 നിബന്ധനകൾ വെച്ചിട്ടുണ്ടെങ്കിലും ഈ കൊലക്ക് ഒരു അറുതിയും വരൂല. അതിന് ഇപ്പൊ ഇതിന്റെ നേരത്തെ പറഞ്ഞ ആള് ഒരു കാര്യം പറയാൻ പാടില്ലാത്തതാണ് എങ്കിലും കൂടി അയാളാണ് തീർന്നെങ്കിലേ ഇത് നടക്കുള്ളൂ. ആര്? നമ്മളെ നെതന്യാഹു. അയാള് പറഞ്ഞത് യുദ്ധം ചെയ്യും, ഞങ്ങളൊക്കെ കൊല്ലും, ഒരു ഒഴിവില്ലാതെ ഞങ്ങൾ കൊല്ലും എന്ന് പറഞ്ഞാണ്. ഇന്നും കൊന്നിക്കണ്. അപ്പൊ ഇയാളെ എന്തേലും ഒരു ബൈക്കാക്കണം. അതിന് മറ്റേ ട്രംപ് നിങ്ങൾ നല്ല അത് അവിടെ നിരത്തി കാണിച്ചോളിയായിരുന്നു. അതായത് അവിടെ നിരത്തിയിട്ടളി. വ്യക്തമാണ് ശ്രീ മുഹമ്മദ്. ശ്രീ സന്തോഷാണ് കാസർഗോഡ് നിന്ന്. ശ്രീ സന്തോഷ്, ഈ എത്രയോ കാലമായി നമ്മൾ വിചാരിക്കുന്നു ഉടൻ അവസാനിക്കുമെന്ന്. അപ്പോഴൊന്നും അവസാനിക്കാതെ ഗാസയിൽ ആ മുനമ്പിൽ കൂട്ടക്കുരുതി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയെങ്കിലും ആ മുനമ്പിൽ ഒരു സമാധാനം പുലരാൻ സാധ്യതയുണ്ടോ? ശ്രീ സന്തോഷ്, താങ്കൾക്ക് പറയാം. ശ്രീ ഷാജിയാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ ഷാജി, താങ്കൾ പറഞ്ഞോളൂ. ഹലോ, നമസ്കാരം കിരൺ സാറേ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. സാറേ, സമാധാനം കൊണ്ടുവന്നിട്ട് അയാൾക്ക് ഇനി എന്ത് നേടാനാ? താണ്ഡവം അല്ലയോ നടത്തിയത്? താണ്ഡവം. എന്തുമാത്രം നിരപരാധികളാ കൊല ചെയ്യപ്പെട്ടത്. ഇനിയിപ്പോ എന്ത് സമാധാനമാ? ഞാൻ പറഞ്ഞിട്ട് ഈ ദൗത്യം അങ്ങ് തുടരട്ടെ, എല്ലാവരെയും അങ്ങ് കൊല്ലട്ടെ.
ഇവനെ ആദ്യം വെടിവെച്ച് കൊല്ലാൻ ആർക്കും പറ്റത്തില്ലയോ എന്നാണ് എന്റെ ചോദ്യം. ഇത് അമേരിക്കയുടെ പ്രസിഡന്റിന്റെ അറിവോടുകൂടിയല്ലേ ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇനി അയാൾ ഇനി എന്തോ സമാധാനം ഇവിടെ ഉണ്ടാക്കി കൊണ്ടുവരാനാ? എനിക്കതേ പറയാനുള്ളൂ. ശരി, താങ്കളുടെ വികാരം നമുക്ക് മനസ്സിലാവുന്നു ശ്രീ ഷാജി. സാധാരണ ഏത് മനുഷ്യർക്കും ഇങ്ങനെയൊക്കെ നിരന്തരമായി ലോകത്തിൻ്റെ എല്ലാ നീതിയും ശാസ്ത്രങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് എല്ലാ നൈതികതയും തള്ളിക്കളഞ്ഞുകൊണ്ട് ചില രാജ്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ മനുഷ്യരുടെ പ്രതികരണവുമൊക്കെ ആ മട്ടിലാവാൻ സാധ്യതയുണ്ട്. ശ്രീ പ്രദീപാണ്, ന്യൂയോർക്കിൽ നിന്നാണ് ശ്രീ പ്രദീപ് വിളിക്കുന്നത്. ശ്രീ പ്രദീപ്, ലോകത്ത് യഥാർത്ഥത്തിൽ ഈ പലസ്തീനിൽ ഇപ്പോൾ തുടരുന്ന കൂട്ടക്കുരുതിയെ ന്യായീകരിക്കുന്ന അംഗീകരിക്കുന്ന രണ്ട് രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന് അമേരിക്കയും ഒന്ന് ഇസ്രയേലും. ആ രണ്ടു രാജ്യങ്ങളുടെ തലവന്മാർ കൂടിയിരുന്ന് എന്തായാലും അവിടേക്ക് ഒരു 20 ദിന സമാധാന നിർദ്ദേശമൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൻ്റെ ആത്മാർത്ഥതയൊക്കെ എപ്പോഴും ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ അങ്ങനെയെങ്കിലും ആ കൂട്ടക്കുരുതി ഒന്ന് അവസാനിക്കാൻ സാധ്യതയുണ്ടോ? നമസ്കാരം മിസ്റ്റർ കിരൺ. നമസ്കാരം പ്രദീപ്. മിസ്റ്റർ കിരൺ, നിങ്ങൾക്കെല്ലാം സുഖം വിചാരിക്കുന്നു. എന്തായാലും ഞാനൊരു ചെറിയ കഥ, സമയം തരണം, അല്ല ഒരുപാട് സമയം തരണ്ട, കുറച്ച് മതി. ഒരു 16 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ കുറച്ച് തീവ്രവാദികൾ ചേർന്ന് പിടിച്ചുകൊണ്ടുപോയതിനു ശേഷം 14 വയസ്സ് മുതൽ 68 വയസ്സ് വരെ പ്രായമുള്ള മുതുക്കനും ഇളവനും ആയ ആ ആൾക്കാർ ചേർന്ന് ഏതാണ്ട് 65ഓളം പേര് ചേർന്ന് ബലാത്സംഗം ചെയ്ത് കൂട്ടക്കുരുതി അന്ന് ചത്തുപോയി. അത് പാവം ചത്തുപോയി. എന്നിട്ട് ആ ഡെഡ് ബോഡി എടുത്ത് ഒരു ട്രക്കിന്റെ പുറകില് അതിന്റെ ഒരു കാലില് കെട്ടിയിട്ട് അതിനെ ഈ ട്രക്കിന്റെ പുറകിലിട്ട് വലിച്ചുകൊണ്ട് പോവുക. Excuse me. I feel so sorry because they're so. അത് ആലോചിക്കുമ്പോൾ തന്നെ I get very upset. അതിന്റെ കാലിനെ വലിച്ചെടുത്തുകൊണ്ട് ഇങ്ങനെ പോകുമ്പോ ഈ സൈഡിലൊക്കെ തട്ടിയിട്ട് അതിന്റെ ഒരു കാലിങ്ങനെ ചെതറിപ്പോകും. പറഞ്ഞോളൂ. അതെ അതിന്റെ ഒരു 16 വയസ്സ് മാത്രം പ്രായമുള്ള, മനസ്സിലായി, താങ്കളെ കാര്യത്തിലേക്ക് വരും. അതിന്റെ കാലങ്ങ് ചെതറിപ്പോകും. അപ്പൊ അതിന്റെ ആ വീഡിയോ എടുത്ത് ലോക മാധ്യമങ്ങൾ അയച്ചു കൊടുത്തു. ആ കുട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല, ഇസ്രയേലി പെൺകുട്ടിയാണ്. ഒക്ടോബർ 7-ന് ആ ക്രൂരകൃത്യം നടത്തിയ പ്രദീപ്, താങ്കൾക്ക് ഇങ്ങോട്ട് ചെയ്ത ക്രൂരകൃത്യത്തിന്റെ ഒരു കഥയാണ് പറയാനുള്ളതെങ്കിൽ ആ പലസ്തീൻ എന്ന് പറയുന്ന ജനതയ്ക്കുമേൽ ഇസ്രയേലുകാർ എത്രയോ കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂരകൃത്യങ്ങളുടെ 10,000 കഥകൾ പറയാനുണ്ട്. ഇന്നത്തെ കണക്കനുസരിച്ച് 66,000 മേലിലാണ് ആകെ കൊല്ലപ്പെട്ട മനുഷ്യരുടെ എണ്ണം. അതിൽ 2000-ൽ താഴെ 1900 ആളുകൾ മാത്രമാണ് ഇസ്രയേൽ പൗരന്മാരുള്ളത്. ബാക്കി വന്ന 64,000-ഓളം പൗരന്മാരും പലസ്തീനികളാണ്. അവരാണ് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും 5 ലക്ഷത്തോളം വരുന്ന പലസ്തീനികളാണ് കൊടും പട്ടിണിയിൽ നിൽക്കുന്നത്. അപ്പോഴും ഈ ഒറ്റ കഥയും കൊണ്ട് താങ്കൾ എന്തിനാണ് വരുന്നത്? സൂപ്പർ, ഒറ്റ കഥ താങ്കൾക്ക് വിഷമം തോന്നുന്നില്ല? എനിക്ക് വിഷമം തോന്നുന്നില്ല എന്നുള്ളതല്ല, എവിടെയാണോ ക്രൂരകൃത്യം കൂടുതലുള്ളത് അവർക്ക് നേരെ തിരിക്കേണ്ടതിന് പകരം തിരിച്ചടിക്കുന്നവന്റെ 1-2 കഥകൾ എടുക്കുകയല്ല വേണ്ടത്. അതല്ല മനുഷ്യത്വം. ഞാനാണ് കോൾ ചെയ്തത് താങ്കളെ. പ്ലീസ് ഗിവ് മീ എ ചാൻസ് ടു ടോക്ക്. താങ്കൾ പറഞ്ഞോളൂ. നിങ്ങൾക്ക് ഒരു അജണ്ടയുണ്ട്, നിങ്ങൾക്ക് ഒരു ആശയമുണ്ട്. എന്റെ ആശയം പറയാനാണ് ഞാൻ വിളിച്ചത്. താങ്കളുടെ ആശയം പറഞ്ഞോളൂ. അത് മനുഷ്യത്വത്തിന് വിരുദ്ധമാണെങ്കിൽ ഞാനത് പറയും. താങ്കൾക്കാണ്. അന്ന് ആ പെൺകുട്ടിയെ, എന്റെ മകളുടെ പ്രായമുണ്ടായിരുന്ന ആ പെൺകുട്ടി, അങ്ങനെ ആ മകളുടെ പ്രായമുള്ള അതേ പെൺകുട്ടിയെ പോലെ എത്ര പെൺകുട്ടികൾ, എത്ര ആൺകുട്ടികൾ ഓരോ ദിവസവും ഈ ഇസ്രയേലിന്റെ ബോംബ് വർഷമേറ്റ് മരിച്ചു വീഴുന്നു. അതിന്റെ കണക്കൊന്നും താങ്കൾ വായിക്കാറില്ലേ? ഞാൻ വായിക്കുന്നതിന് മുമ്പ് ഞാൻ താങ്കളോട് ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുന്നു. ഗിവ് മീ എ ചാൻസ്, ലെറ്റ് മീ ടോക്ക്. ഗിവ് മീ എ ചാൻസ് പ്ലീസ്. ഞാൻ പറയുന്നത് ഏതൊരു വ്യക്തി മരിക്കുന്നതും ഏതൊരു കുട്ടി മരിക്കുന്നതും വേദനാജനകമാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടത് സംഭവിച്ചു എന്നാണ്. ഒരു 10 കൊല്ലത്തോളം സമാധാനപരമായിരുന്ന ഒരു സ്ഥലത്ത് സമാധാനപരമായിരുന്നത് ഏതെങ്കിലും ഒരു വർഷം തികച്ച് ഇസ്രയേലിന്റെ ബോംബ് വർഷം വീഴാത്ത ഏതെങ്കിലും ഒരു കാലം പലസ്തീനിൽ ഉണ്ടായിട്ടുണ്ടോ? ഏറിയും കുറഞ്ഞുമെല്ലാം എല്ലാ കാലത്തും ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടേ ഉണ്ട്. എന്നാണ് നിങ്ങൾ ഈ പറഞ്ഞ തുടർച്ചയായി 10 വർഷം സമാധാനമായിരുന്നു എന്ന് പറഞ്ഞത്? മിസ്റ്റർ കിരൺ, ഇവിടെ മരിക്കുന്നത് നിസ്സഹായരായ ജനങ്ങളാണ്. കൊല്ലുന്നത് ആരാണ്? അവരെ കൊല്ലുന്നത് ആരാണ്? ഒന്ന് തീവ്രവാദികളാണ്, മറ്റൊരു രാഷ്ട്രമാണ്. അതാരാ? ആ കൊല്ലുന്ന രാഷ്ട്രത്തെ കൂട്ടുനിൽക്കുന്ന ആരാണ്? കൊല്ലുന്ന രാഷ്ട്രത്തോട് കൂട്ടുനിൽക്കുന്നതിൽ ഇന്ത്യയുണ്ട്. താങ്കൾക്കറിയാമോ? ഇന്ത്യയില്ല. ഇന്ത്യ പലസ്തീനൊപ്പമാണ്. ഇന്ത്യ പരമ്പരാഗതമായി ഇപ്പോഴും പലസ്തീനൊപ്പമാണ്. ഐക്യരാഷ്ട്രസഭയിൽ ഇത്തവണ ഇന്ത്യ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഒക്ടോബർ 7. ശ്രീ പ്രദീപ്, ഒരു കാര്യം അടിസ്ഥാനപരമായി താങ്കൾ മനസ്സിലാക്കണം. താങ്കൾ അമേരിക്കയിൽ നിൽക്കുന്നതിന് അമേരിക്കയെ ന്യായീകരിക്കാനൊക്കെ താങ്കൾക്ക് വലിയ ന്യായങ്ങൾ കാണും. അത് താങ്കൾ ന്യായീകരിച്ചോളൂ. പക്ഷേ ഇന്ത്യ രാജ്യത്തെ അതിന്റെ പേരിൽ കൂട്ടിക്കെട്ടേണ്ട കാര്യമില്ല. ഇന്ത്യക്ക് അന്തസ്സായ നിലപാടുണ്ട്. ഇന്ത്യ എല്ലാ കാലത്തും പലസ്തീനെ സഹോദര രാജ്യമായി തന്നെയാണ് കാണുന്നത്. ഇന്ത്യ ഒരിക്കലും പലസ്തീനെതിരായ നിലപാട് സ്വീകരിച്ചിട്ടില്ല. ലോകത്തിൽ ആദ്യമായി പാലസ്തീൻ അംഗീകരിച്ച രാജ്യമാണ് ഇന്ത്യ.
അത് ഇപ്പോഴും ആ സ്റ്റാറ്റസ് കോ നിലനിർത്തുന്നുണ്ട്. ഞാൻ എന്ത് പറഞ്ഞു വരുന്നു എന്ന് പറഞ്ഞാൽ അതുപോലും താങ്കളെ മുഴിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല. നോക്കൂ, താങ്കളെ മുഴിപ്പിക്കാനൊക്കെ പറയുന്നത് താങ്കൾക്ക് ഇസ്രായേലിനെ ന്യായീകരിക്കാനുള്ള ന്യായങ്ങൾ ഇങ്ങനെ കഥ പോലെ പറഞ്ഞു വന്നാൽ അത് മുഴുവൻ കേട്ടു നിൽക്കാനൊന്നും കഴിയില്ല. താങ്കൾ വേണം കേട്ടിരുന്നാൽ മതി. ഇസ്രായേലിൽ മരിക്കുന്ന ആൾക്കാരല്ലേ? എന്താ ഇസ്രായേൽ മരിക്കുന്ന ആളുകളാണ്. പക്ഷെ ഇസ്രായേൽ മരിക്കുന്ന ആളുകളുടെ അത്ര എണ്ണമാണോ പലസ്തീനിൽ മരിച്ചുകൊണ്ടിരിക്കുന്നത്? അതെന്താ മിസ്റ്റർ കിരണിന് വേദന തോന്നുന്നില്ല? ശ്രീ പ്രദീപ്, താങ്കൾ താങ്കൾ മിനിമം ഒരു മനുഷ്യനാവാരെങ്കിലും കഴിയണം. ഞാൻ പറഞ്ഞല്ലോ, ഇസ്രായേൽ മരിച്ച മനുഷ്യനായാലും പലസ്തീനിൽ മരിച്ച മനുഷ്യനായാലും രണ്ടുപേരുടെയും വേദന ഒന്നാണ്. പക്ഷേ പലസ്തീനിൽ മരിച്ചു വീഴേണ്ടി വന്നത് 64,000-ഓളം മനുഷ്യരാണ്. മറ്റിടത്ത് മരിച്ചു വീണത് 2000-ൽ താഴെ മനുഷ്യർ മാത്രമാണ്. ഇപ്പോഴും തുടർച്ചയായി ഒരു രാജ്യത്തെ കൂട്ടക്കുരുതി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അതിനെക്കുറിച്ചാണ് സംസാരിച്ചത്. മിസ്റ്റർ കിരൺ, ഞാൻ ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞു വെക്കാം. എന്റെ വീട്ടിൽ കയറി ഇതേപോലെ ഒരുത്തം കാണിച്ച അവന്റെ വീട്ടിൽ കയറി അവന്റെ അടി വരെ ഞാൻ ഇളകിട്ട് പോകും. അതാണ് ഇപ്പൊ ഇസ്രായേൽ ചെയ്യണത്. അതിന് അമേരിക്ക കാണിക്കുന്നത്. താങ്കൾക്ക് ന്യായീകരിക്കും, താങ്കൾ എത്ര വേണമെങ്കിലും ന്യായീകരിച്ചു, ഒരു കുഴപ്പമില്ല. ഒരുത്തം ചെയ്താൽ അവന്റെ അടി വരെ ഞാൻ ഇളകിട്ടേ പോകൂ. എന്റെ അവസാനം ഐ യൂസ് മൈ പ്രദീപ്, അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് താങ്കൾ അവകാശവാദം ഉന്നയിക്കുന്നത് അത് മനുഷ്യന്റെ ഒരു ഹുങ്കാണ്, അഹങ്കാരമാണ്. പാവപ്പെട്ട ഒരു മനുഷ്യന്റെ വീട്ടിൽ കയറി ഏതെങ്കിലും ഒരു ഗുണ്ട എന്തെങ്കിലും കാണിച്ചാൽ ഞാൻ അവന്റെ അടിവേരിറക്കുമെന്നൊന്നും അവർക്ക് പറയാൻ കഴിയില്ല. ഇത് താങ്കളുടെ കേവലമായ ഒരു ഈ അധികാരമുള്ള മനുഷ്യന്റെ ഒരു അഹംഭാവം ഉണ്ടല്ലോ, അതൊക്കെ വെറും എന്ന് പറഞ്ഞ് പോകുന്നതേ ഉള്ളൂ എന്ന് കൂടി മനസ്സിലാക്കണം. നിങ്ങളുടെ മക്കളെയോ നിങ്ങളുടെ വീട്ടുകാരെ ഏത് മനുഷ്യനായാലും പാവപ്പെട്ട മനുഷ്യന്റെ വീട്ടിൽ കയറി, ഈ പറയുന്ന പലസ്തീന്റെ മനുഷ്യരുടെ വീട്ടിൽ കയറി എത്ര കാലമായി ഇവർ ഗുണ്ടായിസം കാണിക്കുകയാണ്. അവർക്കും ഇങ്ങനെ തിരിച്ചടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ആ പാവപ്പെട്ട രാജ്യത്തിന് അതിനുള്ള ശേഷിയില്ല. അവിടുത്തെ സാധാരണക്കാർ പട്ടിണിയിലാണ്. 5 ലക്ഷത്തോളം പേര്, ആകെ 21 ലക്ഷമേ ഉള്ളൂ ജനത. അതിൽ 5 ലക്ഷവും കൊടും പട്ടിണിയിലാണ്. സാധാ പട്ടിണിയല്ല, കൊടും പട്ടിണിയിലാണ്. അവർ പരസ്പരം ഒരാൾക്ക് കിട്ടുന്ന ബ്രെഡ് മറ്റയാൾ കടിച്ചു വരിച്ചെടുക്കുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. നിങ്ങൾ എത്രയൊക്കെ കിടന്നുകൊണ്ട് ന്യായീകരിക്കാൻ നോക്കിയാലും ന്യായം ആര് മരിച്ചാലും അതിന്റെ കൂടെ തന്നെയാണ്. എന്നുവെച്ചാൽ താങ്കളുടെ ചിന്ത എന്താണ്? താങ്കൾ ഇനിയും ആ കുട്ടക്കുരുതി തുടരണമെന്നാണോ? ഒരിക്കലും ഞാനത് പറയില്ല. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഞാൻ താങ്കളുടെ പക്ഷം ഏതാണ്? എന്റെ പക്ഷം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഇസ്രായേലിന്റെ കൂടെ തന്നെയാണ്. ശരി, ഓക്കെ. അപ്പോൾ താങ്കളുടെ പക്ഷം ശരിയാണ്. താങ്കൾക്ക് അങ്ങനെയാണെങ്കിൽ അങ്ങനെയൊക്കെ ന്യായീകരിക്കും. ലോകത്ത് 2 രാജ്യങ്ങൾ മാത്രമേ ഈ നിലപാട് സ്വീകരിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഐക്യരാഷ്ട്രസഭയിൽ സംസാരിക്കാനുള്ള 50 രാജ്യങ്ങളുടെ പ്രതികൾ എണീറ്റു പോയത്. മിസ്റ്റർ കിരൺ, അതിൽ ഒരു കാര്യം കൂടെയുണ്ട്. പഹൽഗാമിലെ തീവ്രവാദികൾക്ക് പഹൽഗാം അല്ലല്ലോ വിഷയം, അത് അവിടെ നിൽക്കട്ടെ. ഇതിനിടയിൽ വേറെ പഹൽഗാമൊക്കെ എടുക്കാതെ താങ്കൾ ഈ കാര്യം പറയൂ. പ്രദീപ്, ഈ കാര്യം പറയൂ. താങ്കൾ എന്തിനാണ് താങ്കൾ ഒളിച്ചോടുന്നത്? ഒരു ഭീരുവിനെ പോലെ ഒളിച്ചോടി പഹൽഗാം അല്ലല്ലോ ഇവിടെ ചർച്ച. രാജ്യത്തിന്റെ പേരാണ് പാലസ്തീനും ഹമാസും. താങ്ക് യു. ശരി, ഓക്കെ. താങ്കൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. താങ്കളുടെ ബോധപൂർവം ഒരാൾ അങ്ങനെ പറയൂ എന്ന് തീരുമാനിക്കുന്ന ആളിനോട് നമ്മൾ തർക്കിച്ചതുകൊണ്ടും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ശ്രീ സുരേഷ് കുമാറാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ സുരേഷ് കുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ ട്രംപ് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നു, ഇരുപതിന നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നു. ആ നിർദ്ദേശം പാലിക്കപ്പെട്ട് അവിടെ സമാധാനം പുലരാൻ സാധ്യതയുണ്ടോ? ശ്രീ സുരേഷ് കുമാർ, കേൾക്കാമോ? കേൾക്കാം, പറയാം. ശ്രീ സുരേഷ് കുമാർ, ഈ 20 നിബന്ധനകൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേതെങ്കിലും പാലിക്കപ്പെടുമോ? ഒന്ന്, കൊലപാതകം ഒന്നിനും ഒരു ശാശ്വത പരിഹാരമല്ല. എന്നാൽ ഒക്ടോബർ 7-ാം തീയതി എന്ന കാര്യം ഇസ്രായേൽ അങ്ങോട്ട് കയറി അയച്ചതല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. എന്ന് വരെ എടുത്തതിൽ പറയാം, ഈ ഇസ്ലാമികമായിട്ടുള്ള ഈ ഉഗ്രവാദം ഇതെന്ന് അവസാനിക്കുന്നില്ലയോ അത് ഇസ്ലാമിന് തന്നെ ദോഷമാണ്. ഇത് നിർത്തേണ്ട ഇസ്ലാം തന്നെയാണ്. ഇസ്ലാം തന്നെ ഇതിന് മുമ്പിട്ടിറങ്ങണം. പരിശുദ്ധ ഖുർആൻ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിലെ നല്ല കാര്യങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഹമാസ് എടുക്കുന്ന നിലപാടുകളോട് ഈ മുസ്ലിം രാജ്യങ്ങളൊന്നും ഇപ്പോൾ കാര്യമായി യോജിക്കുന്നില്ല എന്ന് മാത്രമല്ല അവരെ തള്ളിപ്പറയുന്ന നിലപാടിനെ കൂടിയാണ് പ്രധാനപ്പെട്ട മുസ്ലിം രാജ്യങ്ങളൊക്കെ ഉള്ളത്. പക്ഷെ അപ്പോഴും ഈ ഹമാസിനെ തള്ളിപ്പറയുന്നത് പോലെ തന്നെ അതിനേക്കാൾ ഭീകരമായ അവസ്ഥയിൽ മറ്റു രാജ്യത്തിനുമേൽ ഒരു മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇസ്രയേലിനെ കൂടി നമ്മൾ തള്ളിപ്പറയണ്ടേ? അവിടെ എന്താണ് നിങ്ങൾ മൗനമായിരിക്കുന്നത്? അവിടെയാണ് വിഷയം. അല്ല, അവർ മൗനമായി തിരിക്കല്ല. കാര്യം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പാണ് ഇപ്പോൾ അവർ നോക്കുന്നത്. ഞാൻ ആരുടെ സൈഡ് പിടിക്കല്ല. ഈ കൊലപാതകം എന്ന് പറയുന്ന ആരും ചെയ്താലും ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു വലിയ ലോകത്തെ ഏറ്റവും വലിയ ശ്രീ സുരേഷ്, ഒരു സംശയം. ഇസ്രയേൽ എന്ന് പറയുന്ന ലോകത്തെ തന്നെ ആയുധ ശക്തി കൊണ്ടും അവരുടെ മറ്റ് സാമ്പത്തിക ശക്തി കൊണ്ടുമൊക്കെ വലിയൊരു രാജ്യം നിൽക്കുന്നു. ആരോടും ഏറ്റുമുട്ടാൻ ശേഷിയുള്ള ലോകത്തെ അമേരിക്കയോടൊപ്പം വേണമെങ്കിൽ കിടപിടിക്കാൻ കഴിയുന്ന ആയുധശേഷിയും
അവരുടെ പിന്നെ രഹസ്യാന്വേഷണ ശേഷിയും ഒക്കെയുള്ള രാജ്യമാണ്. അതിന് സൈഡിൽ നിൽക്കുന്ന ഈ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം, ഈ ഗസ മുനമ്പ് എന്നൊക്കെ പറഞ്ഞ കേരളത്തിലെ ഒരു പഞ്ചായത്തിൻ്റെ അത്ര മാത്രം വലിപ്പമുള്ള ദരിദ്ര നാരായണന്മാരായ മനുഷ്യർ താമസിക്കുന്ന ഒരു ലോകത്ത് ഏറ്റവും കൂടുതൽ ജനത ചേരിയിൽ എന്ന പോലെ വസിക്കുന്ന ഒരു ചെറിയ സ്ഥലമാണ്. അവരാണോ ഈ വലിയ രാജ്യത്തെ മുഴുവൻ നശിപ്പിക്കുമെന്നൊക്കെ പറയുന്നത്? അല്ല, ഞാൻ താങ്കളോട് ഒരു കാര്യം പറയട്ടെ. ഞാൻ ഒറ്റ ഒരു കാര്യം ചോദിച്ചാൽ, ഞാനൊരു പട്ടാളക്കാരനാണ്. കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു പട്ടാളക്കാരനാണ് ഞാൻ. അന്ന് ഇന്ത്യയുടെ വിജയം, കാർഗിൽ യുദ്ധത്തിൽ അന്ന് ഇന്ത്യയുടെ വിജയത്തിന് ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചത് ഇസ്രായേലാണ്. ആ നന്ദി എനിക്ക് ഇസ്രായേലുണ്ട്. എന്നാലും ഒരു കാര്യം പറയാം, ഇസ്രായേൽ ചെയ്യുന്നത് തെറ്റാണ്. പക്ഷെങ്കിൽ ഒരു സൈഡിൽ കൂടി നിങ്ങൾ ചിന്തിക്കണം, ഇസ്രായേലിന്റെ നിലനിൽപ്പാണിത്. ശ്രീ സുരേഷ് കുമാർ, ഇസ്രായേൽ ഇല്ലായിരുന്നുവെങ്കിൽ ഇസ്രായേൽ ഇന്ത്യയെ പ്രത്യേകിച്ച് വലിയ സഹായമൊന്നും ചെയ്തുകൊണ്ടല്ല കാർഗിൽ യുദ്ധമൊന്നും ജയിച്ചത്. താങ്കൾക്ക് അറിയാമെങ്കിൽ എനിക്കറിയാം. അല്ല, താങ്കൾക്ക് അറിയാമായിരിക്കും. അങ്ങനെ സ്ട്രാറ്റജിക്കായി പല സഹായങ്ങളും പല ഘട്ടത്തിലും ഒക്കെ അവർ ചെയ്യും. ഈ അമേരിക്ക അങ്ങനെയാണെങ്കിൽ അമേരിക്ക ആരുടെ പക്ഷത്തായിരുന്നു അന്ന്? അമേരിക്ക അംഗീകരിക്കാൻ പാടില്ല. ആ രാഷ്ട്രമാണല്ലോ ഉഗ്രവാദം കൊണ്ടുവന്നത്. ഈ അമേരിക്ക തന്നെയല്ലേ ഇപ്പോൾ ഇസ്രായേലിന് കൂട പിടിക്കുന്നത്? അല്ല, അമേരിക്ക മാത്രമല്ല. ഇപ്പൊ താങ്കൾ ഉദ്ദേശിക്കുന്ന രീതിയിലാണ് ഇത് പൊളിറ്റിക്കൽ രീതിയിലുള്ള കളികളുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ ഉഗ്രവാദം നിർത്തലാക്കണമെന്ന് ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രങ്ങൾക്കും ആഗ്രഹമുണ്ട്. അതിന് പ്രതികരിക്കേണ്ടത് ആ രാഷ്ട്രത്തിലുള്ള ഇസ്ലാമുകൾ തന്നെ. അവരിനി ചാവാറായിക്കോട്ടെ, അവർ മരിച്ചോട്ടെ, ഇനിയും നിന്റെ അന്തറിൽ നിനക്ക് വേണ്ടി ഇനിയും ഞങ്ങൾ ഇനിയും കവചം തീർക്കാൻ തയ്യാറല്ല എന്നൊരു തീരുമാനം എന്തുകൊണ്ട് ആ ജനം എടുക്കുന്നില്ല? അല്ലെങ്കിൽ അവരെ സുരേഷ് കുമാർ, ഈ ഹമാസിനെ അംഗീകരിക്കുന്നവരൊന്നുമല്ല ഞങ്ങളുടെ കൂടെ ഇത് കേട്ടാണ്. ഞങ്ങളുടെ കൂടെ പട്ടാളത്തിനകത്ത് ഒരുപാട് മുസ്ലിങ്ങളുണ്ട്. അവരൊക്കെ ഞങ്ങളൊന്നും വരെ ഈ കാസ്റ്റ് സാധനം നോക്കിയിട്ടേ ഇല്ല. നീ ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ ഇസ്ലാമാണോ എന്ന് നമ്മൾ നോക്കാറേ ഇല്ല. ഇന്നും ഇല്ല, അന്നുമില്ല. പക്ഷെങ്കിൽ ഒരു പട്ടാളക്കാരന്റെ നിലവിൽ ഞാൻ തീർത്ത് പറയുന്നു, ഈ ഉഗ്രവാദം എന്നവർ അവസാനിക്കുന്നില്ലയോ? ഇപ്പൊ പഹൽഗാം, നേരത്തെ ഇതിനു മുമ്പ് സംസാരിച്ച പുള്ളി പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണം. ഈ ഭീകരം സുരേഷ് കുമാർ, ആ പുള്ളി മുമ്പ് പറഞ്ഞ പുള്ളി സുരേഷ് കുമാർ അതോടേക്കും മുമ്പ് അതെ പഹൽഗാമൊക്കെ നമ്മൾ പഹൽഗാം അല്ല ചർച്ച ചെയ്യുന്നത്. ആ വിഷയമൊക്കെ ആവശ്യം പോലെ ചർച്ച ചെയ്യണ്ട. മുമ്പ് പറഞ്ഞ പുള്ളിക്ക് ന്യായമൊന്നും ഇല്ലാത്തതിന് അദ്ദേഹം ഒന്നും അല്ലെങ്കിൽ തിരിച്ച് ഇന്ത്യയിലേക്ക് തിരിക്കും. അതിനകത്ത് കാര്യമൊന്നുമില്ല. അത് വിട്ടെ. അതിനെ കുറിച്ചല്ല ഇപ്പോൾ ചർച്ച സുരേഷ് കുമാർ. അത് സംസാരിക്കേണ്ട കാര്യമില്ല ഇവിടെ അതല്ലേ നമ്മൾ രണ്ട് രാജ്യങ്ങളുടെ കാര്യം പറയുമ്പോൾ മൂന്നാമതൊരു വിഷയം എന്തിനാണ് എടുക്കുന്നത്? അല്ലല്ല, ഞാൻ ചോദിക്കുന്ന ഒരേ ഒരു കാര്യമുണ്ട്. ഇതെന്തുകൊണ്ട് ഈ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഇടപെട്ടുകൊണ്ട് ഈ ഉഗ്രവാദി ഇസ്ലാമിക രാഷ്ട്രങ്ങളൊക്കെ ഇടപെട്ട് എത്രയോ കാലം അവർ ഹമാസിനെ തള്ളിപ്പറഞ്ഞു. ലോകത്തെ വലിയ ആയുധ ശക്തികൾ, രണ്ട് തെമ്മാടികളെ പോലെ നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് ലോകത്തെ വെല്ലുവിളിക്കുമ്പോൾ എന്ത് ചെയ്യാൻ കഴിയും? ഇന്ന് ഐക്യരാഷ്ട്രസഭയിലടക്കം മഹാഭൂരിപക്ഷം രാജ്യങ്ങളും എന്താണ് ചെയ്തത്? അവർ പലസ്തീനെ അംഗീകരിക്കുന്ന നിലപാടല്ലേ സ്വീകരിച്ചത്? ഇപ്പൊ എല്ലാവരും പലസ്തീനെ അംഗീകരിക്കുന്നുണ്ട്. അവിടെ കൂട്ടക്കുറി നിർത്തണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് എങ്ങനെ നിൽക്കും? ഇസ്രായേൽ അവർ പറയുന്ന അവരുടെ നിലനിൽപ്പ് എന്ന് പറയുന്നു. ഇസ്രായേലിന്റെ എന്ത് നിലനിൽപ്പാണ് ശ്രീ സുരേഷ് കുമാർ പലസ്തീൻ ഇസ്രായേലിന് ഭീഷണിയാവുന്നത്? പലസ്തീൻ ഇസ്രായേലിന്റെ നിലനിൽപ്പ് കൊണ്ട് പലസ്തീന് ഭീഷണിയാണ്. അതിനപ്പുറം തിരിച്ചെന്താണ് ഭീഷണി? ഈ ചെറിയൊരു രാജ്യത്തെ, ആകെ ഇത്തിരിപ്പോരുമില്ലാത്ത ഒരു രാജ്യം, അതും കൊടും പട്ടിണിയിൽ കഴിയുന്ന ജനങ്ങൾ, കുറച്ച് ഹമാസുകാരുടെ കയ്യിൽ അല്ലെങ്കിൽ അതിന്റെ കുറെ ആളുകളുടെ കയ്യിൽ ചിലപ്പോൾ കുറച്ച് ആയുധങ്ങൾ കാണും. അതിനപ്പുറത്തേക്ക് അവിടെ എന്താണ്? ഈ ഹമാസിലെ അവസാന ആളുകളെ അടക്കം കൊലപ്പെടുത്താനാണെങ്കിൽ പോലും എന്നേ കഴിഞ്ഞേനല്ലോ. അതിനുവേണ്ടി 66,000 മനുഷ്യരെ ഒന്നും കൊലപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. 66,000 മനുഷ്യരെ കൊല്ലപ്പെട്ടു. ഒരു യുദ്ധമുണ്ടായാൽ നിരപരാധികൾ മരിക്കപ്പെടും. ഇത് നിരപരാധികളെ മരിക്കുന്നുള്ളൂ. ഇത് നിരപരാധികൾ മാത്രമാണ് നിരന്തരം മരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്ത് ആളുകൾക്ക് അവിടെ വരുന്ന മാധ്യമപ്രവർത്തകർ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 304 മാധ്യമപ്രവർത്തകരെയാണ് കൊലപ്പെടുത്തിയത്. ലോകത്തെവിടെയും മാധ്യമപ്രവർത്തകരെ ഒരു യുദ്ധമുഖത്ത് കൊലപ്പെടുത്തില്ല. ആശുപത്രികൾക്ക് നേരെ ബോംബിടുന്നത് എന്തിനാണ്? ഇപ്പൊ ഈ പറഞ്ഞ കണക്കൊന്നുമില്ല. അതിനൊക്കെ മേലെ ഒരുപാട് കത്ത് കാണും. അല്ല, ഇത് ഔദ്യോഗിക കണക്കാണ്. അവിടെ കെട്ടിടം തകർന്നൊക്കെ വീണ് അതിനടിയിലെ പെട്ടുപോകുന്ന മനുഷ്യരൊക്കെ, ഒരു കുടുംബത്തിലെ മുഴുവൻ പേർ നഷ്ടപ്പെട്ടു പോയാൽ അവർ മരിച്ചില്ലയോ എന്ന് തിരിച്ചറിയാൻ പോലും അയലത്തുകാരെങ്കിലും വേണമല്ലോ. അല്ലാതെ അറിയില്ലല്ലോ. ആ കണക്കൊക്കെ ഇനി വരുമ്പോൾ അതിൽ എത്രയോ ഭീകരമായിരിക്കും. അല്ലിപ്പോ ഞാൻ പറഞ്ഞാൽ ഈ രോഗരാഷ്ട്രങ്ങളിൽ ഒരുപാട് നേതാക്കന്മാരുണ്ട്. ഈ നേതാക്കന്മാരൊക്കെ കൂടി ഒരു മേഖല വട്ടത്തിരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അങ്ങനെയൊക്കെ തീരുമെന്നായിരുന്നു നമ്മുടെ പ്രതീക്ഷ. എന്തായാലും സുരേഷ് കുമാറിന്റെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ KG കുമാറാണ് പത്തനംതിട്ടയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ KG കുമാർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഈ വിഷയത്തിൽ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടുള്ള രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഈ പലസ്തീൻ, അതായത് പിന്നെ ഇവര് ഹമാസ് അങ്ങോട്ട് ഇസ്രായേൽ പട്ടാളത്തെ എന്തെങ്കിലും ചെയ്യുകയോ അങ്ങോട്ട് എറിയുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവർ തിരിച്ചും ചെയ്യുമായിരുന്നു. ഇപ്പം ഇടയ്ക്ക് ചെറിയ വെടിവെപ്പ്, ഒരാൾ മരിക്കുകയും ചെയ്യുകയോ, അങ്ങനെ പല ആൾക്കാരും ജയിലിൽ കൊണ്ടുപോവുകയും
ഇടിയും പിന്നെ വിടിയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും പിന്നെ വലിയ തോതിൽ ഇസ്രായേൽ ഇവരെ ആക്രമിക്കാൻ തുടങ്ങിയത് എന്ന് പോലാണ് ഒക്ടോബർ 7 ശേഷമാണല്ലോ. ഒക്ടോബർ അടുത്ത 7 കാലത്ത് അങ്ങനെയാണ്. അതിന് മുമ്പ് പലതവണ സമാനമായ രീതിയിലുള്ള ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ചെറുതല്ല, വലിയ ആക്രമണങ്ങളും വലിയ യുദ്ധങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് പിന്നീട് വീണ്ടും അതും വളരെ മുമ്പ്. ഇപ്പൊ ഈ അടുത്ത കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. പക്ഷേ ഈ പിന്നെ കാശ്മീരില് ഇന്ത്യൻ പട്ടാളത്തിന് നേരെ എങ്ങനെയാണോ ഇവർ ചെയ്തുകൊണ്ടിരുന്നത് അതേ ഏതാണ്ട് ഒരു രീതിയിലാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് ആ ഇസ്രായേൽ പട്ടാളത്തെ ഇടയ്ക്കിടയ്ക്ക് ഇവർ ചൊറിഞ്ഞ് ഇരുന്നത്. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ നടന്നുകൊണ്ടിരുന്നു. പക്ഷേ ഇത്രയും ആൾക്കാർ ആ ഗാനമേള നടന്ന സ്ഥലത്ത് കയറുകയും അവിടെ കയറി പിന്നെ സ്ത്രീകളോട് വരെ അപമര്യാദയായിട്ട് പെരുമാറി ഇത്രയും ആൾക്കാരെ കൊലപ്പെടുത്തി അവരെ കൊണ്ടുപോവുകയും പിന്നീട് ബന്ദികളാക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണല്ലോ ഇത്രയും വലിയ തോതിൽ പിന്നെ ആൾക്കാരൊക്കെ മരിക്കാൻ തുടങ്ങി. ഇന്നിപ്പോ ഈ 66,000-ൽ പരം എന്നുള്ള കണക്കിൽ എത്തിയത്. പക്ഷേ ഇവര് ഇത്രയും വലിയ ഇത് കാണിച്ചിട്ടാണ് ഇസ്രായേൽ എന്ന് പറയുമ്പോൾ പറഞ്ഞൊരു കാര്യം ചോട്ടെ, താങ്കൾ പറയുന്നതിന് അനുസരിച്ച് ആ രാജ്യത്തെ ഈ ഹമാസ് കയറി ആക്രമിച്ചു, അതുകൊണ്ട് പലസ്തീനിലുള്ള ജനതയെ മുഴുവൻ കൊന്നൊടുത്ത് അവസാനിപ്പിക്കാമെന്നാണോ, അതിന് അംഗീകരിക്കണം, അതിന് കൂട്ടു നിൽക്കണമെന്നാണോ പറയുന്നത്? അല്ല, അങ്ങനല്ല. അപ്പൊ ഇവർക്ക് ഈ ഹമാസിന്റെ നേതാക്കന്മാരെല്ലാം എവിടെയാണ്? ഇവിടെ നിരപരാധി. ഞാനതാ ചോദിച്ചത്. ഹമാസിന്റെ ഇപ്പൊ ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് അവിടുത്തെ ഒരു സംഘടനയുടെ തീവ്രവാദ സംഘടനയുടെ ആളുകൾ മറ്റു രാജ്യത്ത് ഒരു ആക്രമണം കാണിച്ചാൽ ആ രാജ്യത്തെ മുഴുവൻ കൂട്ടക്കുരുതി നടത്തി ഇല്ലാതാക്കാം. ഇവർക്ക് ഹമാസിനെ പിടിക്കലല്ലോ, അല്ലെങ്കിൽ ഈ ഇസ്രായേലിന് ലോകത്തെ ഏറ്റവും വലിയ സുരക്ഷാ സംവിധാനങ്ങളും ഏറ്റവും വലിയ രഹസ്യാന്വേഷണ സംവിധാനമൊക്കെ ഉള്ള ഈ ഇസ്രായേലിന് ഹമാസിന്റെ നേതാക്കളെ പിടിക്കാനോ അല്ലെങ്കിൽ അവരെ കണ്ടെത്താനോ കഴിയാഞ്ഞിട്ടൊന്നും അല്ലല്ലോ. അവരെന്തിനാണ് ദിനം പ്രതി ഈ പാവപ്പെട്ട ജനത്തിന്റെ മേൽ ബോംബ് വർഷിച്ചുകൊണ്ടേയിരിക്കുന്നത്? അതിനെങ്ങനെയാണ് മറ്റത് ന്യായീകരണമാവുന്നത്? ന്യായീകരണമല്ല. അവര് അതായത് പലസ്തീൻ ജനങ്ങളെ രക്ഷിക്കുക, അവരെ സംരക്ഷിക്കുക എന്നതായിരുന്നു ഹമാസിന്റെ ലക്ഷ്യം. എങ്കില് താങ്കൾ പറയുന്നൊരു വാദം അംഗീകരിച്ചു, ഹമാസ് വലിയൊരു വൃത്തികേട് കാണിച്ചു, അതിന് ഹമാസിനെ തിരിച്ചടിക്കുക ഒരു രാജ്യം സ്വാഭാവികം തിരിച്ചടിക്കുക, അവർ ഹമാസിനെ തിരിച്ചടിച്ചോട്ടെ. അങ്ങനെയാണോ ഇപ്പോൾ അവിടെ ചെയ്യുന്നത്? അവർക്ക് ഹമാസിനെ അല്ല തിരിച്ചടിക്കേണ്ടത്, പലസ്തീൻ ജനതയെ ആ രാജ്യത്തെ ഇല്ലാതെയാക്കണം. അതിനുവേണ്ടിയല്ലേ പരിശ്രമിക്കുന്നത്? ഇസ്രായേൽ അത്ര ദുർബലമായ രാജ്യമാണോ? ഈ ഹമാസിന്റെ നേതാക്കളെയും അവരുടെ പ്രധാനപ്പെട്ട ആളുകളെയും ഒക്കെ കണ്ടെത്താൻ കഴിയാത്തവണ്ണം അത്രത്തോളം ദുർബലമായ ഒരു സംവിധാനമാണോ അവിടെ ഉള്ളത്? ഇത്രയും ഇസ്ലാമിക രാജ്യങ്ങളുടെ ഇടയ്ക്ക് നിൽക്കുന്ന അതിന് ഏത് ഇസ്ലാമിക രാജ്യത്തിനാണ് ഈ ഇസ്രായേലുമായി ഏതെങ്കിലും ഒരു തരത്തിൽ ചെറിയൊരു ഏറ്റുമുട്ടലെങ്കിലും ശേഷിയുള്ള രാജ്യം? ആർക്കും മുട്ടാൻ പറ്റത്തില്ല. അപ്പൊ ഇസ്രായേലിന് ഇവര് കയറാനുള്ള ഒരു ഏണിയായിരുന്നു ഈ ഹമാസ് ചാരി കൊടുത്തത്. ഇവര് ബുദ്ധിപരമല്ല, ബുദ്ധിയില്ലാത്ത പണിയാണ് ഇവർ കാണിച്ചത്. എന്ത് ബുദ്ധിയോ എന്ത് ബുദ്ധിമോശമോ ആയിക്കോട്ടെ, ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമാണ്, ഇവിടെ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതിയെ അംഗീകരിക്കുന്നുണ്ടോ? കൂട്ടക്കുരുതി അംഗീകരിക്കുന്നില്ല. പക്ഷേ ഇസ്രായേലിന് ഇവര് ഒരു കാരണം അവർക്ക് ഒരു ചാൻസ് ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങളൊരു ഒരാൾ അടിക്കാൻ നിൽക്കുന്ന ഒരാളിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കിയാൽ ഞാൻ അതിന്റെ പേരിലാണ് അടിച്ചതെന്ന് പറഞ്ഞ് ആ നാട്ടുകാരെ മുഴുവൻ അടിച്ചങ്ങ് നിരത്തുക എന്നുള്ളതാണോ അർത്ഥം? അതാണോ ചെയ്യുന്നത്? അത് എന്ത് ന്യായമാണ് ശ്രീ കെ ജി കുമാർ? ഇന്ത്യയുടെ അത്രയും ക്ഷമയോ ഇന്ത്യയുടെ അത്രയും പിന്നെ കാര്യങ്ങളോ ഒന്നും അവിടെ കാണത്തില്ല. കാര്യം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്താ? ഇന്നലെയും നമ്മുടെ പലസ്തീൻ സ്ഥാനപതി നമ്മുടെ മുഖ്യമന്ത്രിയുടെ കൂടെ ഇവിടെ തിരുവനന്തപുരത്ത് നിൽക്കുന്ന കണ്ടായിരുന്നു. പലസ്തീൻ സ്ഥാനപതി നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ അത്രയും ഇതൊന്നുമില്ല. പക്ഷേ കാശ്മീരിൽ നിന്ന് 2 ലക്ഷം പണ്ഡിറ്റുകൾ പലായനം ചെയ്ത സമയത്ത് നമ്മുടെ ഇവിടുത്തെ ഒരു മതേതര പാർട്ടിക്കും ആർക്കും താങ്കൾ വളഞ്ഞ് ഇത്രയും കാലം പോകുമ്പോൾ ഒരിക്കൽ പോലും താങ്കൾക്ക് പലസ്തീനോട് സ്നേഹം തോന്നാത്തതിന് കാരണം താങ്കളുടെ മതപരമായ കാര്യങ്ങളാണ് എന്നതിലേക്ക് കൂടിയാണ് വരുന്നത് അല്ലേ? അല്ല, അതിനപ്പുറത്തേക്കൊന്നും അല്ലല്ലോ. അവരും മനുഷ്യരാണ്, എല്ലാവരും മനുഷ്യരാണ്. അവിടെ ഈ 1 വയസ്സും 2 വയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെ അവരൊക്കെ ഏത് മതത്തിൽപ്പെട്ടവരാണ്? എന്താണ് ഈ മരിച്ചു വീഴുന്നവരെല്ലാവരും മനുഷ്യരെ കാണാൻ ശ്രമിക്കൂ. അല്ല, ഇസ്രായേലിന്റെ പലസ്തീന്റെ കാര്യമല്ല പറഞ്ഞത്. നമ്മുടെ കേരളത്തിൽ സ്വന്തം രാജ്യത്ത് ജീവിക്കാൻ വയ്യാതെ 2 ലക്ഷം ചർച്ച ചെയ്യുന്നത് പലായനം ചെയ്തപ്പോൾ താങ്കൾക്ക് വിഷയത്തെക്കുറിച്ച് പറയാനില്ലേ? അല്ല, അതാ പറഞ്ഞ നമ്മുടെ അത്രയും വിശാല മനസ്കത വേറെ ആർക്കും കാണത്തില്ലെന്നാണ്. വിശാല മനസ്കത ഉണ്ടാവാത്തവർക്കെതിരെ പറയാനൂടെ നമുക്ക് കഴിയണം. നമ്മുടെ അത്രയും വിശാല മനസ്കത. സൂപ്പി, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ തോന്നുന്നത്? ട്രംപ് വെച്ച നിർദ്ദേശം ഇപ്പോൾ എങ്ങനെയെങ്കിലും എന്ത് മോശപ്പെട്ട നിർദ്ദേശമായാലും വേണ്ടിയില്ല, ഈ യുദ്ധം ഒന്ന് അവസാനിച്ചാൽ മതി, കൂട്ടക്കുരുതി ഒന്ന് അവസാനിച്ചാൽ മതി എന്ന ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് ലോകം. അതിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ? നമസ്കാരം. നമസ്കാരം.
എന്തൊക്കെ ട്രംപ് ഇങ്ങനെ പല നിർദ്ദേശങ്ങൾ മുമ്പും വെച്ചിട്ടുണ്ട്. ഇത്രയും കാലം യുദ്ധം അവസാനിപ്പിക്കുക. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ചാൽ ഉള്ളിൽ കൂടെ ആയുധങ്ങൾ നൽകുക ഇസ്രായേലിനെ എന്താക്കുക പ്രകോപിപ്പിച്ചിട്ട് കൊണ്ടാണ് പലസ്തീനെ ആക്രമിക്കുക. എത്ര ജനതകളെ, ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളെയാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത്. ഇതെല്ലാം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഇതൊക്കെ അനുഭവിക്കും. കാരണം ഇതിന്റെ ദൈവത്തിനോട് എല്ലാ രാജ്യങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്, ഏത് മതക്കാരും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ഖുർആനെയോ ബൈബിളിനെ കുറിച്ചും പറഞ്ഞിട്ട് കാര്യമില്ല. നേരത്തെ ഒരു പ്രാവശ്യം ഖുർആനെ പറ്റി പറഞ്ഞിട്ട് ഖുർആനെ ബൈബിളിനെ കുറിച്ചോ അറിയാൻ പാടില്ല. കാരണം അത് ദൈവം ഇറക്കിയ ഒരു ഗ്രന്ഥം. അതേക്കുറിച്ചൊന്നും അങ്ങനെ ആരും പറഞ്ഞില്ല. അങ്ങനെ ഏതെങ്കിലും മതഗ്രന്ഥം, ഏത് മതത്തിൻ്റെതായാലും ഗ്രന്ഥമാണെങ്കിൽ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ആളുകൾ സംസാരിക്കുകയും ഒക്കെ ചെയ്യും. അതിനകത്തൊരു വലിയ അതിപ്പോൾ ഏത് മതത്തിന്റെ ഗ്രന്ഥമായാലും അതിനെ വിശ്വസിക്കുന്ന ആളുകളും അതിലെ ചില തെറ്റുകൾ കാണുന്നവരും ഒക്കെ അതിൽ ശരി കാണുന്നവരും ഒക്കെ ഉണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ആനുപാതികമായ അഭിപ്രായ പ്രകടനങ്ങളാണ്. അതിന് നമ്മൾ അതിനപ്പുറത്തേക്ക് കാണേണ്ട കാര്യം ഒരിക്കലും പറയാൻ പാടില്ല. കാരണം ആ ഖുർആനല്ലല്ലോ ഇതിന് അങ്ങനെ മോശമായിട്ട് ഖുർആനെ മോശമായ ഇവിടെ ആരും ഒന്നും പറഞ്ഞില്ല ശ്രീ സൂപ്പി. അതെ, മതത്തെ കുറിച്ചൊന്നും പറയാനില്ല. കാരണം എല്ലാ മതക്കാരും ഒരുപോലെ ആയിരിക്കണമില്ല, എല്ലാ ജനങ്ങളും ഒരുപോലെ ആയിരിക്കണം. പലരും പല വിധത്തിലാണ്. അല്ല, അതാണ് സൂപ്പി. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഏതെങ്കിലും ഒരു മതഗ്രന്ഥം, ഒരു മതഗ്രന്ഥത്തെ ഏത് മതത്തിന്റെ ആയിക്കോട്ടെ, ലോകത്തെ എല്ലാ പ്രധാനപ്പെട്ട മതങ്ങൾക്കും അതിന്റെ ആധികാരിക ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥത്തെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ബോധപൂർവ്വം അവമാനിക്കാൻ പറയുന്നതും വിമർശനാത്മകമായ ഒരു വിഷയത്തെ കുറിച്ച് പറയുന്നതും രണ്ടും രണ്ടാണ്. അതെ അതെ അതെ. അപ്പോ എന്റെ അഭിപ്രായത്തിൽ എത്രയും പെട്ടെന്ന് യുദ്ധാവസ്ഥയിൽ ജനങ്ങൾക്ക് അവിടെ സമാധാനം തോന്നിയട്ടെ എന്ന് മാത്രമാണ് എന്റെ പ്രാർത്ഥന. ശ്രീ സന്തോഷാണ് വെള്ളരിക്കുണ്ടിൽ നിന്നാണ്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇനിയെങ്കിലും ആ കൂട്ടക്കുരുതി, ഓരോ ദിവസവും ഇങ്ങനെ ആളുകൾ മരിച്ചു വീഴുകയും പട്ടിണി കൊണ്ട് ജനം പരസ്പരം പോലും കലഹിക്കേണ്ട അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ജനത, അതിന് ഇനിയെങ്കിലും ഒരു അവസാനം ഉണ്ടാകുമോ? ശ്രീ സന്തോഷ് ഇല്ല, ശ്രീ രാജനാണ് കൊല്ലത്തുനിന്ന്. ശ്രീ രാജൻ, താങ്കൾക്ക് പറയാം. സാറേ, ഇത് സമാധാനം ഉണ്ടാണെങ്കിൽ ആദ്യം ഈ വെസ്റ്റ് ബാങ്കിലെ ആ മുഹമ്മദ് അബ്ബാസ് പറഞ്ഞ പോലെ, മുഹമ്മദ് അബ്ബാസ് പറഞ്ഞ അതേ വാചകം തന്നെ ഞാൻ പറയാം. എടാ പട്ടികളെ, ആ ബന്ദികളെ തിരിച്ചുവിട്, എന്നിട്ട് യുദ്ധം അവസാനിപ്പിക്കുന്ന അയാൾ പറഞ്ഞത്. അയാൾ പറഞ്ഞ വാചകമാണ് ഞാൻ പറഞ്ഞത്. സാറ് ചൂടാകരുത്. രണ്ടാമത്തെ കാര്യം ഇവര് ഒക്ടോബർ 7 കഴിഞ്ഞ് 8-ാം തീയതി 5000-ഓളം 24 മണിക്കൂറിൽ 5000-ഓളം റോക്കറ്റ് ഇസ്രായേലിൽ അയച്ചു. ആകെപ്പാടെ 11 അവിടെ വീണത്. ബാക്കി അവർ തടുത്തു. അവിടെ വീണ് പൊട്ടി അവിടുത്തെ ആൾക്കാർ ചത്തിരുന്നെങ്കിൽ ഇവർക്ക് സന്തോഷമാകുമോ? മൂന്നാമത്തെ കാര്യം, ഇതുവരെയും അവരെ വിട്ടിട്ടില്ല വെസ്റ്റ് ബാങ്കിൽ. ഇപ്പം വെസ്റ്റ് ബാങ്കിൽ സമരം നടക്കുക. അവിടുത്തെ ആൾക്കാർ ഇറങ്ങിയിട്ട് ഹമാസ് ഗോ ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഹമാസിനെ ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അതുപോലെ ഇവരുടെ മുതലാളി ഉണ്ടല്ലോ, ഖുറാൻ എഴുതിയ ആളെഴുതി വെച്ച് അവസാനത്തെ യൂതനെയും ഇവിടെ കൊന്നതിന് ശേഷം മാത്രമേ ലോകം അവസാനിക്കുമെന്ന് എഴുതി വെച്ചിരിക്കുക. അതുകൊണ്ടാണ് ഇവർ യുദ്ധം ചെയ്യുന്നത്. നാലാമത്തെ കാര്യം, ഇവര് ഈ സ്ഥലം ഇസ്രായേലിന് വിറ്റതാണ്. 58,200 ഹെക്ടർ. ഒരു ഹെക്ടർ എന്ന് പറഞ്ഞാൽ 2.5 ഏക്കറാണ്. ആ സ്ഥലം വിറ്റിട്ട് അവിടെ ഇസ്രായേലിൽ രാജ്യം ഉണ്ടാക്കിയപ്പോ ഞങ്ങളുടെ ഇടയിൽ യഹൂദന്റെ രാജ്യം പാടില്ല എന്ന് പറഞ്ഞ് യുദ്ധത്തിന് ചെന്നതാണ് ഇവര്. ശ്രീരാജൻ, താങ്കള് ഞാൻ പറഞ്ഞതിന് ശേഷം അല്ലല്ല ശ്രീരാജൻ, താങ്കൾ ചരിത്രത്തിലേക്ക് ഞാൻ പറയട്ടെ, ഒരു അരമിനിറ്റ് തരൂ. ചരിത്രത്തിലേക്ക് പോയാൽ നമുക്ക് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ളതാണ്. അത്തരം കാര്യങ്ങളിലേക്ക് പോയി അതിനൊരു പരിഹാരമൊന്നും കാണുക ഇപ്പോൾ തൽക്കാലം സാധ്യമല്ല. ഇപ്പോൾ നമ്മുടെ വിഷയം ഏറ്റവും ഈ കൂട്ടക്കുരുതി അവസാനിപ്പിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ആ വിഷയത്തിലേക്ക് താങ്കൾ കടന്നു വരും. ഈ ചരിത്രം മൊത്തം പറഞ്ഞിട്ട് അത് പറയാൻ കഴിയുമെന്നൊക്കെ വേണമെങ്കിൽ വാദിക്കാം. പക്ഷേ തൽക്കാലം അതിന് നമുക്ക് നിർവാഹമില്ല. ഞാൻ പറയാം, കൂട്ടക്കുരുതി അവസാനിക്കുക. ഇന്ന് രാത്രി തന്നെ ആ 58 പേരെ അവർക്ക് തിരിച്ചു കൊടുക്കുക ഇസ്രായേലിന്. ഇന്ന് രാത്രി നിൽക്കുക യുദ്ധം. ഈ പന്നന്മാർ എവിടെ ഉണ്ടോ അവിടെ എല്ലാം ഇത് തന്നെയാ പ്രശ്നം. ഞാൻ ഇംഗ്ലണ്ടിൽ കാണിക്കുന്ന തോന്നിയാസിനും അതിരില്ല. അവർ കയറി ചെല്ലാൻ പാർപ്പണം കൊടുത്ത, ആഹാരം കൊടുത്ത ഇവരുടെ മുതലാളി ഉണ്ടല്ലോ മുഹമ്മദ്, പോസ്കോ കേസ് പ്രതി, അയാളായി ഈ വൃത്തികേടെല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. താങ്കളെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചത് മുഹമ്മദ് നബിയെ കുറിച്ചാണെങ്കിൽ അത് അങ്ങേയറ്റം വൃത്തികേടാണ് താങ്കൾ കാണിച്ചത്, അങ്ങേയറ്റം ബോറാണ്. താങ്കളെ ഇനി ഈ ചർച്ചയിലടക്കം ഒരു ചർച്ചയിലും താങ്കളെ ഉൾപ്പെടുത്താൻ തന്നെ കഴിയില്ല. ഏതെങ്കിലും ഒരു അതല്ല മറ്റാരെങ്കിലും കുറിച്ചാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ അതിനെ അതിശക്തമായി തന്നെ താങ്കളെ ഈ പൊതുവേദിയിലേക്ക് ഇനിയെങ്കിലും താങ്കൾ ദയവ് ചെയ്ത് വിളിക്കരുത്. താങ്കളെ ഒരു പൊതുമധ്യത്തിൽ താങ്കളുടെ അഭിപ്രായങ്ങൾ കേൾപ്പിക്കാൻ കൊള്ളാത്ത ഒരാളാണ് എന്നതുകൂടി പറയേണ്ടി വരും. താങ്കൾ അങ്ങനെ അല്ല ഉദ്ദേശിച്ചെങ്കിൽ അത് വിശദീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.
എന്തായാലും അദ്ദേഹം കട്ട് ചെയ്ത് പോയിരിക്കുകയാണ്. ഈ ചില ആളുകളൊക്കെ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എന്താണ് പറഞ്ഞു വരുന്നത്, ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് തൽക്കാലം പറയാൻ കഴിയില്ല. ഒരു സാമാന്യ മര്യാദ നമ്മൾ മനുഷ്യരിൽ നിന്ന് എപ്പോഴും പ്രതീക്ഷിക്കും. അവർ ഒരു പൊതുവേദിയിൽ ചർച്ച ചെയ്യുമ്പോൾ അതിനെ എങ്ങനെയാണ് ചർച്ച ചെയ്യേണ്ടത്, എൻ്റെ അഭിപ്രായം മറ്റുള്ളവർ കൂടി കേൾക്കുന്നതാണ്. അവിടെ ആ ഒരു മര്യാദ പാലിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു മിനിമം അന്തസ്സിൻ്റെ കൂടി ഭാഗമാണ്. അതില്ലാതെ വരുന്ന ചിലർ കൂടി ഇതിൽ കടന്നു വരുന്നുണ്ട് എന്ന് ഖേദത്തോടെ പറയേണ്ടി വരുന്നുണ്ട്. എന്തായാലും ഒരു ചെറിയ ഇടവേളയിലേക്ക്. ഗസയിൽ കൂട്ടക്കുരുതി അവസാനിക്കുന്നില്ല. ട്രംപ് 20-ദിന സമാധാന നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നു. അതിൽ ഇനിയിപ്പോൾ ഹമാസിൻ്റെ തീരുമാനം വരേണ്ടതുണ്ട്. എന്തായാലും ലോകം എങ്ങനെയൊക്കെ ആണെങ്കിലും പ്രതീക്ഷിക്കുന്നു ഏത് വിധേനയും ഇത് അവസാനിക്കുമെന്ന്. ശ്രീ ബാലചന്ദ്രനാണ് യു പിയിൽ നിന്നും. ശ്രീ ബാലചന്ദ്രൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ ട്രംപിൻ്റെ നിർദ്ദേശങ്ങൾ എങ്ങനെ അതിന് ഫലമുണ്ടാകുമെന്ന്? ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ചു നേരം സംസാരിക്കാൻ സമയം തരണം കേട്ടോ. പറഞ്ഞോളൂ. 1-2 ഭരണാധികാരികൾ മരിച്ചു പോയാലോ എന്ന് ആഗ്രഹിക്കുന്ന ഭരണാധികാരികളാണ് ഈ ട്രംപും നെതന്യാഹു എന്ന് പറഞ്ഞ ആളുകൾ. ഞാൻ പറയാൻ പാടില്ലെങ്കിലും, കാരണം ഭൂമിക്ക് ഭാരമായിട്ടുള്ള ആളുകളാണ്. ഒരു ഭീരുവാണ്, രണ്ടുപേരും ഭീരുക്കളാണ്. തന്റെ അടുത്തോടെ ശത്രുക്കളെ നേരിടാൻ കഴിവില്ലാത്ത ആൾക്കാർ. മറ്റാൾക്ക് നൊബേൽ സമ്മാനം വേണം. ഇത് കടയിൽ വാങ്ങിക്കാൻ പറ്റിയ പോലെ. ആരോടെ പോരാടുന്നത്? 5 വയസ്സുള്ള 8 വയസ്സുള്ള ചെറിയ ചെറിയ കുട്ടികളുടെ, പെറ്റ് കിടക്കുന്ന കുട്ടികളുടെ, സ്കൂൾ പഠിക്കുന്ന കുട്ടികളുടെ അവരെന്ത് പഴച്ചു? പോരാടണം. തന്നോളം പോകുന്ന ശത്രുക്കളോട് പോരാടണം. പിന്നുള്ള കുത്തലും ഒന്നിനും പോരാത്ത ആൾക്കാരെ ആക്രമിച്ചിട്ട് വലിയ ആള് ചമയലല്ല. ഇതുകൊണ്ട് അവരെന്ത് നേരിടുന്നു? ഇത്തരം അധികാരികളുടെ അവസാനം ഒന്നില്ലെങ്കിൽ ആത്മഹത്യയാണ്, അല്ലെങ്കിൽ ജനങ്ങൾ ഓടിച്ചിട്ട് തല്ലും. ഇതിനു മുമ്പ് ഞാൻ പ്രദീപ് എന്ന് പറഞ്ഞ ആള് ന്യൂയോർക്കിൽ നിന്ന് സംസാരിച്ചെന്ന് കേട്ടു. മനുഷ്യരല്ല അവര്, പിന്നെ ഒരു പട്ടാളക്കാരൻ. ഇപ്പൊ നമ്മുടെ പട്ടാളക്കാരനാണെങ്കിലും ഏതെങ്കിലും ഒരു നാട്ടിൽ ചെന്ന് ചെറിയ ചെറിയ കുട്ടികളെ ചെന്ന് വേണ്ടാത്ത കൊന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞ് ഞാൻ എതിർക്കുക തന്നെ ചെയ്യാം. അത് ഏത് രാഷ്ട്രമാണെങ്കിലും, എന്റെ സ്വന്തം രാഷ്ട്രമായ ഇന്ത്യ എന്നിട്ട് ഏതെങ്കിലും ഒരു പാവപ്പെട്ട കുട്ടികളെ ചെന്ന് കൊന്നെടുക്കുകയാണെങ്കിൽ എനിക്ക് എതിർക്കാനേ പറ്റും. ന്യായീകരിക്കാൻ പറ്റില്ല. എന്റെ സ്വന്തം രാജ്യം കൊണ്ട് എനിക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. ഇത് കണ്ടു നിൽക്കണ കുട്ടികളുടെ മുഖം കണ്ടു വെച്ച് കഴിഞ്ഞാൽ നിസ്സഹായരായിട്ട് അവർ രക്ഷപ്പെടാൻ അവർ ഏതൊക്കെ രീതിയിൽ അവർ നോക്കണം, അതിനൊന്ന് രക്ഷപ്പെടുത്തി വിടുക. രക്ഷപ്പെടാൻ പഴുതുണ്ടാക്കി കൊടുക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക. ഒരിക്കലും ഭക്ഷണത്തിന് വേണ്ടി കെഞ്ചുന്ന രാജ്യങ്ങളെ ആൾക്കാരെ കാണുമ്പോൾ എന്താ അതിന് പറയാ? ഉണ്ടറിഞ്ഞ് ജീവിക്കണവന് അത് ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇല്ലാത്തവനെ അതിന്റെ വിഷമം അറിയുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കും. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. താങ്കളുടെ വൈകാര്യത എനിക്ക് ബോധ്യമാകുന്നുണ്ട്. പല ആളുകളും ഇതിന് ഉത്തരവില്ലാതാവുമ്പോൾ ഇന്ത്യയിലെ ഇത്തരം കാര്യങ്ങളൊക്കെ ഇന്ത്യക്കാരുടെ ദേശീയ വികാരം ഉണർത്തി അതിന് മറുപടി പറയാനുള്ള ശ്രമം കൂടി നടത്തുകയാണ്. ഇന്ത്യ എന്ന രാജ്യം എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ള നിലപാട് പലസ്തീൻ അനുകൂലമായ നിലപാടാണ് എന്നതുപോലും അവർ അംഗീകരിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ പോയ കൊളംബിയൻ പ്രസിഡന്റ് ഈ ഐക്യരാഷ്ട്രസഭ സമ്മേളനത്തിന് ശേഷം അവിടുത്തെ ന്യൂയോർക്കിൽ തന്നെ നടന്ന ഒരു പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ അവിടുത്തെ പട്ടാളക്കാരോട് പറഞ്ഞത്, ഞാൻ ഈ ന്യൂയോർക്കിൽ നിന്ന് പറയുകയാണ് അമേരിക്കൻ പട്ടാളക്കാരോട്, നിങ്ങൾ മാനവരാശിക്ക് നേരെ തോക്ക് ചൂണ്ടരുത്, അതിന് നിർദ്ദേശം നൽകുന്നെങ്കിൽ അതിന് കഴിയില്ല എന്ന് പറയണം എന്നുള്ളത്. അത് ഒരു വലിയ സന്ദേശമാണ്. പട്ടാളം എല്ലാ രാജ്യത്തും എല്ലായിടത്തും ചെയ്യുന്നത് ശരിയാവണം എന്നില്ല. സ്വന്തം രാജ്യത്തെ പട്ടാളമായാലും ഏത് രാജ്യത്തെ പട്ടാളമായാലും മറ്റൊരു രാജ്യത്ത് പോയി ഇത്തരം ക്രൂരത കാണിച്ചാൽ അതിനെ അംഗീകരിക്കാത്ത മനുഷ്യർ കൂടി ലോകത്തുണ്ട് എന്നതുകൂടി ഓർക്കണം. ശ്രീ കമാൻഡർ മാത്യു ആണ് ബോംബെയിൽ നിന്നും. ശ്രീ മാത്യു, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? മനു, ഈ വിഷയത്തിൽ എനിക്കൊന്ന് 2 മിനിറ്റ് സംസാരിക്കാൻ അവസരം തരണം. പറഞ്ഞോളൂ. ഒന്ന്, ഈ ട്രംപിന്റെ ഭരണകൂടം ശരിക്കും പറഞ്ഞാല് പാലസ്തീൻ ജനതയെ, ഈ ഇസ്രയേലിന്റെ കരാർ ഒരു കാരണവശാലും പാലസ്തീൻ ജനതയ്ക്ക് ഒരു പോസിറ്റീവ് അല്ല. അത് ഞാൻ അഭിമുഖമായിട്ട് പറയാം. കാര്യം 2017 2021 ട്രംപ് ഒരു പരിപാടി ഒപ്പിച്ചതാണ്. അന്ന് ഒരു ഇസ്രയേലുമായിട്ട് കൂട്ടുകൂടി ഒരു കരാർ കൊണ്ടുവന്നു. ആ കരാർ കൊണ്ടുവന്നിട്ട് എന്ത് പറ്റി? പാലസ്തീനെ അവരാണെങ്കിൽ ബഹിഷ്കരിച്ചതിന് പുറത്ത് ഈ ഒരു അറബ് കരാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇസ്രയേലും ഈ നമ്മുടെ ബഹ്റിനും ഒക്കെ ചേർന്നുകൊണ്ട് ഒരു അറബ് കരാർ എന്ന് പറഞ്ഞ് ഒരു UAE ഒക്കെ മൊറോക്കോ ഒക്കെ ചേർന്ന് ഈ ട്രംപ് കൊണ്ടുവന്നിരുന്നു. ഞാൻ പറയാൻ വന്ന വിഷയം, നമ്മുടെ പാലസ്തീനികളെ ഈ ഇസ്രയേൽ ഭയങ്കരമായിട്ട് ദ്രോഹിക്കുകയാണ്. ഒരു ചെറിയ രാജ്യം മനു. ഞാനൊരു ബാങ്കില് വൈസ് പ്രസിഡന്റ് ഫൈനാൻസ് ആയിരുന്നു സൗദി അറേബ്യയിൽ, വലിയൊരു ബാങ്കിന്റെ. എന്റെ ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത് പാലസ്തീൻകാരാ. ഇവർക്ക് ലോകത്തെങ്ങും പോകാൻ പറ്റത്തില്ല മനു. അവർക്ക് രാജ്യമില്ല, അവർക്ക് പഠിക്കാൻ സ്ഥലമില്ല, അവർക്ക് കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ആഹാരമില്ല. മനു പാലസ്തീനിൽ പോയിട്ടെന്ന് പറഞ്ഞു. ഞാൻ പോയിട്ടുണ്ട്. ഞാൻ പാലസ്തീനിലും ഇസ്രയേലും പോയിട്ടുണ്ട് മനു. ഒരു കിരൺ ബാബു ആണ്.
കിരൺ ഒരു കിരൺ ഒരു ചെറിയ റൂമിനകത്ത് അവർ കുടുംബം കഴിയുന്ന കിരൺ, അവർ തുണി പോലും മാറാൻ സൗകര്യമില്ലാത്ത രീതിയിൽ അവിടെ പാലസ്തീനെ അവർ ജീവിക്കുന്നത്. ഈ നമ്മൾ ഇസ്രയേലിൽ നിന്ന് പാലസ്തീനിൽ പോകുമ്പോൾ അമ്മമാർ വലിയ കമാൻഡർ മാത്യു, ഇവിടെ ചില പറഞ്ഞ ആളുകളൊക്കെ പറയുന്നത് ഇങ്ങനെ ഗതിയേറ്റ് അടുത്ത നേരത്തെ ഭക്ഷണത്തിന് വക കണ്ടെത്താൻ പോലും കഴിയാത്ത ആ മനുഷ്യർ അവിടെ ജീവിക്കുന്നത് ഇസ്രയേൽ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ആയുധ ശക്തികളിൽ ഒന്നായ, അല്ലെങ്കിൽ എല്ലാവിധ സാമ്പത്തിക ശക്തികളിലൊന്നായ ആ രാജ്യത്തിന് എന്തോ വലിയ ഭീഷണിയാണ് എന്നൊക്കെയാണ്. അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെയൊക്കെ കൊന്നൊടുക്കുന്നതെന്നൊക്കെയാണ് ചിലർ ന്യായീകരിക്കുന്നത്. ഒരിക്കലല്ല മനു, ഒരു കാര്യം ഞാൻ പറയാം. ഇസ്രയേലിന് ഒരു ധാരണയുണ്ട്, ഇസ്രയേലും അമേരിക്കയോട് ഏതാണ്ട് ലോകം മൊത്തം മറിക്കുന്ന ഒരു ധാരണയുണ്ട്. പക്ഷെ ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറയാം, എനിക്ക് പാലസ്തീനും ബേത്ലഹേമും ഈ ഹമാസും ഗാസ മുൻപും എനിക്ക് ശരിക്കും അറിയാം. ഞാൻ പാലസ്തീനിൽ നിന്ന് ഈജിപ്റ്റ് വരെ ഞാൻ പല പ്രാവശ്യം ഞാൻ യാത്ര ചെയ്തിട്ടുള്ളൂ ബൈ റോഡ്. അതുപോലെ ജോർദാനി, ഇവരെങ്ങോട്ടാണ് അപ്പം കിരൺ പോകുന്നത് അറിയാമോ? ഒന്നി അവർ ജോർദാനിൽ പോകണം, അല്ലെങ്കിൽ അവർ ഈജിപ്തിൽ പോകണം, അല്ലെങ്കിൽ അവർ സൗദി അറേബ്യയിൽ പോകണം. ഈ 3 സ്ഥലങ്ങൾക്ക് അവർക്ക് അഭയം കൊടുക്കത്തുള്ളൂ. ഇവരുടെ ജീവിതം ഭയങ്കര, ഇവരുടെ ഫാമിലികൾ, ഈ സൗദി അറേബ്യയിലൊക്കെ ജനിക്കുന്ന കുട്ടികൾ, ഈ പാലസ്തീനികള്, അവരവിടെ വിട്ട് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല കിരൺ. അവരുടെ ജീവിതം വലിയ കഷ്ടമാണ്. ഇപ്പൊ ഇയാൾ ഈ കാണിക്കുന്ന ഈ ട്രംപുമായിട്ട് കാണിക്കുന്ന എന്ന് ബെഞ്ചമിൻ നെതന്യാഹു വരുന്നോ അന്നെല്ലാം ആരാപത്തിനെതിരായിട്ട് ഇവർ ശബ്ദം ഉയർത്തും. മനസ്സിലാവുന്നുണ്ട്? ഈ ബെഞ്ചമിൻ നെതന്യാഹു എന്ന് വന്നോ അന്നെല്ലാം അമേരിക്കയുമായിട്ടൊരു ഡീൽ ഉണ്ടാക്കുക. ഡീൽ ഉണ്ടാക്കുന്ന മറ്റൊന്നുമില്ല. ഇയാൾക്ക് ഇപ്പൊ ഈ പാലസ്തീൻ എന്ന് പറയുന്ന ചെറു രാജ്യം വേണം. ഒരു 150-200 കിലോമീറ്റർ ഉള്ളൂ കിരൺ ഈ സ്ഥലം എന്ന് പറയുന്നത്. അത് ചിന്തിച്ച് നോക്കിക്കേ, എന്ത് കഷ്ടപ്പെട്ട ആൾക്കാർ അവിടെ ജീവിക്കുന്നത് അറിയാമോ? നമുക്ക് ചെന്ന നമ്മൾ കരയും. ഇപ്പം ഞാനും കിരണും കൂടെ അവിടെ യാത്ര ചെയ്താല് അവർ ചെറിയ ചെറിയ സാധനങ്ങൾ വിറ്റിട്ട് $1 $2 നമ്മളിൽ നിന്ന് മേടിച്ചിട്ടാണ് അവരവിടെ ആഹാരം കഴിക്കുന്ന കിരൺ. വലിയ ബുദ്ധിമുട്ട്. അവിടെ ചെന്നാലേ നമ്മൾ അറിയത്തുള്ളൂ. ശരി ശ്രീ മാത്യു, താങ്കളുടെ അഭിപ്രായം, ഈ ദേശങ്ങളൊക്കെ നേരിട്ട് കാണുകയും അവരുടെ ജീവിതവുമായി അനുഭവിച്ച് അറിഞ്ഞ ആളുകൾക്ക് ഇങ്ങനെയൊക്കെ തന്നെ പ്രതികരിക്കാൻ കഴിയൂ. ഇതില്ലാത്ത ആളുകൾക്കൊക്കെയാണ് മറിച്ച് അവരെ ക്രൂരന്മാരായും അതിനെയൊക്കെ ന്യായീകരിക്കാനും ഒക്കെ പലപ്പോഴും കഴിയുക. ശ്രീ ബിനോയ് ആണ് കൊല്ലത്ത് നിന്നും. ശ്രീ ബിനോയ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം കിരണ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. ഈ വിഷയത്തിൽ പറയാനുള്ളത്, എപ്പോഴും ലോകരാജ്യങ്ങളെല്ലാം പറയുന്നത് തന്നെയാണ്. ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ എനിക്കും പറയുവാനുള്ളത്, യുദ്ധം ലോകത്ത് ഒന്നിനും ഒരു പരിഹാരമല്ല. കൂപ്പുകൈയുമായിട്ട് നിൽക്കുന്നവരെ വീണ്ടും വീണ്ടും ഉപദ്രവിക്കുന്നത് ശരിയല്ല. ഇത് ട്രംപും അമേരിക്കയിലാകമാനം ഞാൻ പറയുന്നില്ല, ട്രംപ് വന്നതിന് ശേഷമാണ് ഈ ഒരു പ്രശ്നം കൂടുന്നത്. നെതന്യാഹുവിനെ അറിഞ്ഞും അറിയാതെയും വലത്തും ഇടത്തും നിന്ന് സഹായിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റാണ്. ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് അദ്ദേഹത്തിനെ വിളിച്ചു പറഞ്ഞു, ഞാൻ രാവിലെ നേരം വെളുക്കുന്നതിന് മുമ്പ് 20 നിബന്ധനകൾ പറയും, ആ നിബന്ധനകൾ പറഞ്ഞ് യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ നമുക്കറിയാം, ഒരു മധ്യസ്ഥനാവുമ്പോൾ എല്ലാവരെയും വിളിച്ചിരുത്തി രണ്ടുപേരുടെ അഭിപ്രായം കേൾക്കണം. അല്ലാതെ ഒരു മധ്യസ്ഥൻ ഒരാളുടെ അഭിപ്രായം മാത്രം ലോകത്തിനോടോ അല്ലെങ്കിൽ പലസ്തീനോടോ അടിച്ചേൽപ്പിക്കുന്നത് ശരിയായ രീതിയല്ല. അതുകൊണ്ട് വെറും യുദ്ധ കൊതിയനാണ് നെതന്യാഹു. ഈ ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹം വിചാരിക്കുന്നത് ആളുകളെ കൊന്നെടുക്കുന്നതാണ് ലോകത്തെ ഏറ്റവും വലിയ ക്രെഡിറ്റ് എന്നാണ്. ഇസ്രായേലിലെ ജനങ്ങൾ പോലും ഇപ്പൊ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു എന്നാണ് ഈ ലോക മാധ്യമങ്ങൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം അമേരിക്കയില് വന്നപ്പോ തന്നെ മറ്റുള്ള ലോകത്തുള്ള നേതാക്കന്മാരെ ഇറങ്ങിപ്പോയി. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം, കേട്ടില്ല, ശരി, ഓക്കെ, പറഞ്ഞോളൂ, വേഗത്തിൽ പറഞ്ഞോളൂ. അല്ല, അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ലോകത്തെ 142 രാജ്യവും അവർക്കെതിരെ വോട്ട് ചെയ്തു. ഇന്ത്യ ഉൾപ്പെടെയുള്ളവർ വോട്ട് ചെയ്തു. മനുഷ്യത്വമുള്ള ആരും ഈ ഇദ്ദേഹത്തിന്, അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രിയെയും ട്രംപിനെയും പിന്തുണയ്ക്കാൻ പാടില്ല. നമ്മളുടെ ഇന്ത്യ മഹാരാജ്യം, നമ്മളുടെ മാതൃരാജ്യം. വളരെ വ്യക്തമാണ് ശ്രീ ബിനോയ്, താങ്കളുടെ അഭിപ്രായം. 142 രാജ്യങ്ങളും ലോകത്തെ മഹാഭൂരിപക്ഷം രാജ്യങ്ങളും ഒരേപോലെ അഭിപ്രായം പറയുമ്പോഴും ശക്തി കൊണ്ട് വലിയവരാണ് എന്ന മട്ടിൽ അമേരിക്കയും ഇസ്രയേൽ നിൽക്കുകയാണ്. അടുത്തത് ദിനേശ് കുമാറാണ്. ശ്രീ ദിനേശ് കുമാറിലേക്ക് കടക്കും മുമ്പ് കണ്ണൂരിൽ നിന്നാണ് ചില കമൻറ്റുകൾ കൂടി നമുക്ക് വേഗത്തിൽ വായിക്കേണ്ടതുണ്ട്. കിരൺ ദയവായി കുറച്ച് നിയന്ത്രിക്കും, മറ്റുള്ളവർക്ക് അവരുടെ അഭിപ്രായം പറയാൻ അവസരം കൊടുക്കൂ എന്ന് ജോൺ എബ്രഹാം പറയുന്നു. ശ്രീ ജോൺ എബ്രഹാം, അത് ഇനി ശ്രദ്ധിക്കാം. പക്ഷേ ചിലരുടെയൊക്കെ ചില അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ മനുഷ്യരല്ലേ, ഒരു തരത്തിലും കൂട്ടക്കുരുതിയൊക്കെ ഇങ്ങനെ ന്യായീകരിക്കുക, അതിനുവേണ്ടി എന്ത് വിളിച്ചു പറയുക എന്നൊക്കെ പറയുമ്പോൾ ഏത് മനുഷ്യനായാലും സ്വാഭാവികമായി ചിലത് തിരിച്ചു പറഞ്ഞു പോവും. മനുഷ്യത്വമുള്ളവർക്ക് അത് പറയാതിരിക്കാനും കഴിയില്ല. ഹമാസ് തന്നെ പരിഹാരം കാണാൻ ശ്രമിക്കണം, അവരാണ് തുടങ്ങി വെച്ചതെന്ന് നന്ദകുമാർ പി പറയുന്നു. ദീപു ജി കൃഷ്ണൻ പറയുന്നു, കാലങ്ങളായി അമേരിക്കൻ ദുഷ്ടശക്തികളുടെ സഹായത്തോടെ കൊന്നൊടുക്കിയ ഇസ്രയേൽ ഇന്ത്യ എന്നും പലസ്തീനൊപ്പം എന്നത് പറയുന്നു.
ഈ പൊട്ടൻ കിരൺ എന്ത് പറയുകയാണ്, നാട്ടിലെ 100 കൂട്ടം കാര്യമുണ്ട്, ഇതാരെങ്കിലും അറിയുന്നുണ്ടോ, ഇങ്ങനെ ഒരു ചർച്ച ഇവിടെയാണ് നടത്തിയിട്ട് എന്ത് കിട്ടാനാണെന്ന് ശശിധരൻ പിള്ളை പറയുന്നു. ശ്രീ ശശിധരൻ പിള്ളை, എന്തായാലും നമ്മുടെ നാട്ടിലെ ആളുകൾ പലസ്തീൻ വിഷയമൊക്കെ ചർച്ച ചെയ്യുന്ന മനുഷ്യരാണ്. ലോകത്തെവിടെയും അനീതി ഉണ്ടാൽ അനീതിക്കു നേരെ ശബ്ദമുയർത്തുകയും അത് നമ്മുടെ കൂടി വേദനയാണ് എന്നൊക്കെ തിരിച്ചറിയുകയും ഒക്കെ ചെയ്യുന്ന ഒരു പാരമ്പര്യവും ചരിത്രവുമാണ് മലയാളികൾക്ക് എല്ലാ കാലത്തും ഉള്ളത്. അത് ഇപ്പോൾ മാത്രമല്ല, സ്വാതന്ത്ര്യത്തിനൊക്കെ മുമ്പ് തൊട്ടേ മലയാളിയുടെ ചരിത്രം അങ്ങനെയാണ്. അതുകൊണ്ടാണ് ലോകത്തെ പല യുദ്ധങ്ങളും അടക്കം കേരളത്തിലെ പല വിഷയങ്ങളിലേക്കുമൊക്കെ ബാധിച്ചത്. താങ്കൾ ആ ചരിത്രം പഠിക്കുക. അത് പഠിച്ചു പോയതിൻ്റെ പേരിൽ എന്നെ പൊട്ടനായി വിളിച്ചാലും എനിക്കതിൽ വിഷമമില്ല. ശ്രീ ശശിധരൻ പിള്ളയോട് അത് മാത്രമാണ് മറുപടി പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഇവർ തമ്മിലുള്ള സംസാരങ്ങളാണ്, തമ്മിലുള്ള നമസ്കാരം ഒക്കെയാണ്. അമേരിക്കയും ഇസ്രയേലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ കണ്ടീഷൻ വയ്ക്കാതെ യുദ്ധം നിർത്തണം. ട്രംപ് ഇന്നൊന്ന് പറയും, നാളെ മറ്റൊന്ന് പറയും. രഘുനന്ദനൻ തിരുവില്ലാമാരത്തു എന്ന് പറയുന്നു. ട്രംപ് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് നിരന്തരമായ പല പ്രസ്താവനകളും നോക്കിയാൽ അങ്ങനെ നമുക്ക് കാണാൻ കഴിയും. ബന്ദികളെ വിട്ടുകൊടുത്താൽ ഇത് അവസാനിക്കും, അതാരും പറയില്ല എന്ന് സുനിൽകുമാർ പറയുന്നു. രാജൻ ചേട്ടൻ പറഞ്ഞത് വളരെ ശരിയാണെന്നൊക്കെ ഗോളാന്തരം യാത്ര പറയുന്നു. എന്തായാലും സമാനമായ മാനസികാവസ്ഥയുള്ള ഒരാളായിരിക്കും. ഏതെങ്കിലും ഒരു മതത്തിൻ്റെ അവർ വിശ്വാസത്തെ കാണുന്ന ദൈവത്തെ അല്ലെങ്കിൽ അങ്ങനെ കാണുന്ന ഏത് ശക്തിയായിക്കോട്ടെ, അങ്ങനെ ഒരു മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുക എന്ന് പറയുന്നത് മനുഷ്യരായ ആർക്കും യോജിച്ചതല്ല. മതത്തെ വിമർശിക്കാം, അവരുടെ സിദ്ധാന്തങ്ങളെ വിമർശിക്കാം, കാര്യങ്ങളെയൊക്കെ വിമർശിക്കാം. പക്ഷേ ഒരു കൂട്ടം മനുഷ്യർ ദൈവമായി കാണുന്നുണ്ടെങ്കിൽ ആ ശക്തിയെ അംഗീകരിക്കുക എന്നുള്ളത് സാമാന്യ മനുഷ്യത്വ മര്യാദയാണ്. അത് ഇല്ലാത്തയാളാണ് ശ്രീ രാജൻ സംസാരിച്ചത്. അതിനെ അനുകൂലിക്കുന്ന ഗോളാന്തര യാത്ര. എന്തായാലും സമ്മതിക്കണം രണ്ടുപേരുടെയും. ഇങ്ങനെ ഒരമ്മ പെറ്റ അളിയന്മാർ എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ബന്ദികളെ വിട്ടുകൊടുത്താൽ പലസ്തീനെ ഒരു രാഷ്ട്രമായി ഇസ്രയേൽ അംഗീകരിക്കുമോ എന്ന VC തോമസിൻ്റെ ഗൗരവമായ ഒരു ചോദ്യമാണ്. അപ്പോഴും അത് ഈ കരാറിൽ എവിടെയുമില്ല. പലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കാം, അങ്ങനെ ഒരു വ്യവസ്ഥ എല്ലാ രാജ്യങ്ങളും പറഞ്ഞിട്ടും അങ്ങനെ ഒരു വ്യവസ്ഥ ഈ കരാറിൽ എവിടെയുമില്ല. നമ്മുടെ വീട്ടിൽ കയറി ഒരുത്തനെ തല്ലിയാൽ പിന്നെ അവൻ്റെ പുക കാണില്ല ആരായാലും. ബന്ദികളെപ്പറ്റി ആർക്കും വേവലാതി ഇല്ലല്ലോ എന്ന് സുനിൽകുമാർ പറയുന്നു. എന്തായാലും അവർക്ക് നല്ല വേവലാതി ഉള്ള ആളുകളാണല്ലോ. എന്തായാലും പിന്നീടെല്ലാം എനിക്ക് തോന്നുന്നു ഈ ഗോളാന്തര യാത്രയുടെ അഭിപ്രായങ്ങളാണ് പലതും ഈ പറയുന്നത് പോലെ ഈ മാനസികാവസ്ഥയിൽ നിന്ന് പറയാം. അഭിപ്രായം പറഞ്ഞ ആളുകളെക്കുറിച്ചും മോശപ്പെട്ട രീതിയിലൊക്കെ, എന്തായാലും അവിടെ കണ്ട കമാൻഡറെക്കുറിച്ചുമൊക്കെ മോശപ്പെട്ട രീതിയിലാണ് ഗോളാന്തര യാത്ര. ചെറിയ മാനസിക പ്രശ്നം കൂടി താങ്കൾക്ക് ഉണ്ട് എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഈ തരത്തിൽ പ്രതികരിക്കില്ലല്ലോ. എന്തായാലും ശ്രീ ദിനേശ് കുമാറാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദിനേശ് കുമാർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, ഈ യുദ്ധം ഇപ്പോഴൊന്നും അവസാനിക്കാൻ പോകുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അറബ് രാഷ്ട്രങ്ങൾ അമേരിക്കന്റെ ദാസന്മാരായിടത്തോളം കാലം യുദ്ധം ഒരിക്കലും അവസാനിക്കൂല. ശരി, താങ്കൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. അറബ് രാജ്യങ്ങളൊക്കെയും ഈ സാഹോദര്യമൊക്കെ പറയുമ്പോഴും അറബ് രാജ്യങ്ങൾ പലപ്പോഴും അവരുടെ നിലപാട് സ്വീകരിക്കുന്നത് അമേരിക്കയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ആ രാജ്യത്തിന് അല്ലെങ്കിൽ പലസ്തീന് വേണ്ടിയുള്ള നിലപാടിനകത്ത് എത്രത്തോളം ആത്മാർത്ഥമായ നിലപാടാണ് പലപ്പോഴും എടുക്കുന്നതെന്നുള്ള ചോദ്യമൊക്കെ വളരെ ഗൗരവമുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. ശ്രീ സന്തോഷാണ് വെള്ളരിക്കുണ്ടിൽ നിന്ന്. ശ്രീ സന്തോഷ്, താങ്കൾ പറഞ്ഞോളൂ. നമസ്കാരം സാർ. നമസ്കാരം. നമ്മുടെ ഈ പൊതുവേദി ഒരു കുടുംബം പോലെ നല്ല രീതിയിൽ ആദ്യം മുതലേ പോയിക്കൊണ്ടിരുന്ന, ഇപ്പൊ കുറച്ചു കാലമായിട്ട് അതിൽ വർഗീയ പരാമർശങ്ങൾ വരുന്നുണ്ട്. അത് തീർത്തും ഒഴിവാക്കണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ മുമ്പോട്ട് ഇതിന് പരിശ്രമിക്കുന്നുള്ളൂ. പിന്നെ ഇപ്പോ ഇസ്രയേൽ കാണിക്കുന്ന ഈ കുട്ടികളെ കൊല്ലുന്ന ഈ ഇതിനോട് എനിക്ക് യാതൊരു യോജിപ്പും ഇല്ല. ആദ്യം ഞാൻ ഇസ്രയേലിന്റെ പക്ഷത്തായിരുന്നു. പക്ഷെ ഇപ്പൊ നിരപരാധിയായ ഈ കുട്ടികളെ കൊല്ലുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുകയില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ സന്തോഷ്. നമുക്കും അങ്ങനെ പോകണമെന്ന് തന്നെയാണ്. നമുക്ക് ആർക്കെതിരെയും ഞാൻ തുടക്കം മുതലേ എപ്പോഴും വ്യക്തമാക്കുന്നതാണ്, നമ്മൾ ജനാധിപത്യപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായങ്ങൾ പറയുന്നതൊക്കെ തർക്കിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെ തർക്കം കൂടി ഇല്ലാതെ ഒരാൾ പറയുന്ന അഭിപ്രായം എല്ലാം കേട്ടിട്ട് ഞാനിവിടെ നിന്ന് എസ് എന്ന് പറയാനാണെങ്കിൽ ഒരു മനുഷ്യനെ ഇവിടെ നിർത്തേണ്ട കാര്യമൊന്നുമില്ല. ടെലിഫോൺ എടുക്കാൻ ഒരു ഓപ്പറേറ്റർ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമേ ഉള്ളൂ. സ്വാഭാവികമായും അത്തരം ചർച്ചകൾ കൂടെ ചേരുന്നതാണ് പൊതുവേദി എന്ന് പറയുന്നത്. പക്ഷേ അതിൽ ചിലരെങ്കിലും അവരുടെ മനസ്സിലെ ഉള്ളിലെ വർഗീയത
രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കും. പക്ഷേ വർഗീയതയുള്ള മനുഷ്യരെ നമുക്ക് അതിന് ഏത് വർഗീയത ആയിക്കോട്ടെ, ഏത് വർഗീയതയായാലും ആ വർഗീയതയുള്ള മനുഷ്യരെ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് അംഗീകരിക്കാൻ വളരെ പ്രയാസമാണ്. സ്വാഭാവികമായും വർഗീയത പറയുമ്പോൾ അതിന് നേരെ രോഷം വരിക എന്നുള്ളത് സ്വാഭാവികമായി ഏത് മനുഷ്യർക്കും അങ്ങനെ തോന്നുന്ന ഒന്നാണ് എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ചിലരൊക്കെ അങ്ങനെയല്ല. അവർക്ക് കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്നതിനേക്കാളും വലുത് അവർ ഏത് മതമാണ്, ഏത് ജാതിയാണ് എന്നൊക്കെ നോക്കി പറയുന്നതിനാണ്. അങ്ങനെ രാഷ്ട്രീയ വ്യത്യാസങ്ങളോ മറ്റു അഭിപ്രായ വ്യത്യാസങ്ങളോ പറയുന്നതിനോ അല്ലെങ്കിൽ മതപരമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിന് തെറ്റില്ല. പക്ഷേ അത് മാന്യമായിട്ടായിരിക്കണം എന്നുള്ള അഭ്യർത്ഥനയാണ്. പക്ഷേ അത് ചിലർ അത് പാലിക്കുന്നില്ല എന്നുള്ളത് സന്തോഷ് വളരെ ഗൗരവത്തോടു കൂടിയാണ്. സന്തോഷ് വെള്ളരിക്കുണ്ടിൽ നിന്നും പലപ്പോഴും ദീർഘകാലമായി നമ്മളുമായി ചർച്ച നടത്തുകയും ഗൗരവത്തോട് അഭിപ്രായം പറയുകയും ഒക്കെ ചെയ്യുന്നതാണ്. അത് മറ്റു പ്രേക്ഷകർ കൂടി കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ വിജയനാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ വിജയൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? നമസ്കാരം. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കാരും ഭൂരിഭാഗം ആൾക്കാരും പലസ്തീന്റെ കൂടെയാണ്. പലസ്തീന് വേണ്ടുന്ന സഹായങ്ങളും നേരത്തെ ഇരുന്ന ഗവൺമെന്റ് ചെയ്തതിനെക്കാട്ടി കൂടുതൽ സഹായങ്ങളൊക്കെ ഈ മോദി ഗവൺമെന്റ് വന്നതിന് ശേഷം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹമാസ് എന്ന് പറഞ്ഞൊരു സംഘടന ഇതിനകത്ത് നിൽക്കുന്നതാണ് ഇതിനകത്ത് ഇത്രയും വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അതല്ലെന്ന വരിയിൽ എല്ലാ രാജ്യങ്ങൾക്കും ഇപ്പൊ ഖത്തറായാലും കുവൈറ്റ് ആയാലും UAE ആയാലും എല്ലാവരും ഇവിടെ ഒരുമിച്ച് നിന്ന് പ്രശ്നങ്ങൾ പരിഹരിച്ചേനെ. ഇത് പരിഹരിക്കാനൊക്കാതെ പോകുന്നത് ഈ ഹമാസ് എന്ന് പറഞ്ഞ സംഘടനയാണ്. അവരാണ് ഇതിന്റെ ശരിക്കുള്ള കക്ഷികൾ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ഹമാസിന് കൂടി ഉത്തരവാദിത്തം ഉള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കൾ എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്? എത്രയോ കാലമായി, താങ്കളൊക്കെ ദീർഘകാലമായി രാഷ്ട്രീയം കാണുന്ന ഒരാളെന്ന നിലയ്ക്ക് താങ്കളുടെ ചെറുപ്പകാലം മുതൽ ഉള്ള പ്രശ്നമാണ് ഈ പലസ്തീൻ ഇസ്രയേൽ പ്രശ്നം. അതിപ്പോൾ ഒരു കൂട്ടക്കുരുതിയിൽ നിൽക്കുകയാണ്. താങ്കൾ എന്താണ് ഇപ്പോഴത്തെ പുതിയ നിർദ്ദേശങ്ങൾ? ഏതെങ്കിലും തരത്തിൽ സമാധാനം കൊണ്ടുവരാൻ സാധ്യതയുള്ളതാണോ? നമസ്കാരം. ഇത് ഞാനിങ്ങനെ ഓർക്കുന്നത് കുറെ 19 വർഷം മുമ്പത്തെ കാര്യമാണ്. അതായത് ശ്രീമതി ഇന്ദിരാഗാന്ധി ഉള്ള കാലത്ത് യാസർ അറാഫത്ത് ഇന്ത്യയിൽ വന്ന് ഇന്ത്യയുടെ ഒരു സപ്പോർട്ട് തേടി വന്നിരുന്നു. പാലസ്തീൻ രാജ്യം സ്വതന്ത്രമായ ഒരു പരമാധികാര രാജ്യമായിട്ട് ലോകം മുഴുവൻ അംഗീകരിക്കാനും സ്വാതന്ത്ര്യം കിട്ടാനും വേണ്ടിയിട്ട്. അതിനുശേഷം എത്രയോ പ്രാവശ്യം അറാഫത്ത് ഇന്ത്യയിൽ വന്നു. വാജ്പേയിയുടെ കാലത്ത് വന്നു. അന്നെല്ലാം ഇന്ത്യയെല്ലാം ഒറ്റക്കെട്ടായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുകയായിരുന്നു. ഇപ്പോ ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിൽ ചില ആൾക്കാർ സംസാരിക്കുന്നത് കേട്ടപ്പോ എനിക്ക് അതിശയം തോന്നി. ഇവർക്കൊക്കെ മനുഷ്യത്വം എന്ന് പറയുന്ന വികാരം നഷ്ടപ്പെട്ടോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എത്ര ക്രൂരമായിട്ടാണ് ആൾക്കാർ സംസാരിച്ചത്. പാലസ്തീനിലെ ആൾക്കാര് എത്രയോ ദയനീയ അവസ്ഥയില്, ഇത്രയും ദയനീയാവസ്ഥ മനുഷ്യ വംശത്തിന് ലോകത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല. അത്രയ്ക്കും ദയനീയാവസ്ഥ കഴിയുന്ന ഒരു കൂട്ടം മനുഷ്യരോട് ഇത്ര ദയയില്ലാതെ നമ്മുടെ ആൾക്കാർ എങ്ങനെയാ സംസാരിക്കുക? എന്തോ ഹമാസിന്റെ പേര് പറഞ്ഞിട്ട്, ഹമാസൊക്കെ ഇപ്പൊ ഉണ്ടായി വന്നതല്ലേ, നേരത്തെ ഹമാസ് ഒന്നും ഇല്ല. ഈ ഹമാസ് എങ്ങനെ ഉണ്ടായി? അവര് നിവൃത്തിയില്ലാതെ തിരിച്ചടിച്ചതല്ലേ. എത്രയോ ആയിരക്കണക്കിന് ആൾക്കാരെയല്ലേ അവിടെ കൊന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? 66,000 67,000 ഒരു കണക്ക് ഇപ്പൊ പറയുന്നത് കേട്ടു. അതാണ് ലേറ്റസ്റ്റ് എന്ന് പറയുന്നു. ഇതിങ്ങനെ തുടരുകയല്ലേ ഉള്ളത്. പക്ഷെ ഇതിനകത്തൊരു കാര്യം എന്തെന്ന് വെച്ചാല്, ഈ ഇസ്രായേലിന് കൂട്ടു നിൽക്കുന്നത് ആരാ? ഈനാമ്പേച്ചിക്ക് മരപ്പെട്ടി കൂട്ടെന്ന് പറഞ്ഞതുപോലെ അമേരിക്ക ഇപ്പൊ അവർക്ക് കൂട്ടല്ലേ, ഭയങ്കര സപ്പോർട്ടല്ലേ കൊടുക്കുന്നത്. ഈ അമേരിക്ക ആരാ? ലോകം മുഴുവൻ എന്തുമാത്രം ആൾക്കാരെ കൊന്നു തള്ളിയ ഒരു രാജ്യമാണ് ഈ അമേരിക്ക. നാഗസാക്കിയിലും ഹിരോഷിമയിലും ബോംബിട്ട് എത്രയോ ലക്ഷങ്ങളെ അവർ കൊന്നു. ശ്രീ കൃഷ്ണൻകുട്ടി, നമുക്ക് സമയം അവസാനിക്കുന്നതുകൊണ്ടാണ് ഒരു പ്രേക്ഷകൻ കൂടി ഉണ്ട്. ശ്രീ ബാബു രാജനാണ് നീലേശ്വരത്ത് നിന്ന്. ശ്രീ ബാബു രാജൻ, വേഗത്തിൽ പറഞ്ഞോളൂ. ശരിക്കും സാധാരണക്കാരെ കൊല്ലുന്നത് തീരെ ശരിയല്ല. എല്ലാവരും മനുഷ്യരാണ്. അവരൊന്നും അറിയില്ല. ഈ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിന് സാധാരണക്കാർ പാടില്ല. അതെന്താ പറയാ, ലോക രാജ്യങ്ങൾ ഇടപെട്ട് കഴിഞ്ഞാൽ ഇതിന് സമാധാനം കിട്ടും. എല്ലാവർക്കും ഭയം കൊണ്ടാണ്. ഇനിയെങ്കിൽ യുദ്ധം നിർത്തണം തന്നെ പറഞ്ഞു. കാരണം വെച്ചാൽ എല്ലാവരും ഇടപെട്ടിട്ട് സാധാരണക്കാരൊന്നും കാണാൻ നമുക്ക് കഴിയാൻ പറ്റുന്നില്ല. ചെറിയ കുട്ടികള്, എന്ത് തെറ്റേത് ഈ കുട്ടികള്. ഇത് ലോകത്തൊന്ന് കണ്ണു തുറന്നാൽ മതി. ലോക രാജ്യങ്ങൾ കണ്ണു തുറന്നാൽ തന്നെ ഇതിന് പരിഹാരമുണ്ട്. ഇനി ഒരു കുഞ്ഞി ഒന്നും സംഭവിക്കാൻ പാടില്ല. കാരണം ദൈവത്തോടനെ ഞാൻ പറഞ്ഞു, ദൈവം തന്നെ ഇതിന് പരിഹാരം കാണിച്ചു തരണം. എനിക്ക് അത്രേ പറയാനില്ല. നമ്മള് കണ്ണിന്ന് വെള്ളം വരും ഈ കുട്ടികളെ ഇത് കാണുമ്പോ. എന്തായാലും യുദ്ധം തീരും, ഉറപ്പാണ്. ശരി കേട്ടോ. അങ്ങനെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഏത് മനുഷ്യന്റെയും കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന, ഏത് മനുഷ്യന്റെയും ഹൃദയം തകർന്നു പോകുന്ന ദൃശ്യങ്ങളാണ് ആ രാജ്യത്ത് നിന്ന്, ഗസ മുനമ്പിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ കണ്ണനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ കണ്ണൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സാറേ,
ഇത് തനി കച്ചവടമാണ്, സ്വർണ്ണ കച്ചവടമാണ്. ഇത് യുദ്ധമല്ല. ഇത് യുദ്ധം നടക്കാൻ പാടില്ലാത്തതാണ് നടന്നു. അമേരിക്കക്ക് കോടാനക്കോടി ഡോളറുകൾ കിട്ടി സ്വർണം വിറ്റിട്ട്. എല്ലാ രാജ്യത്തിന്റെ കയ്യിലും സ്വർണ്ണമുണ്ട്. അവരുടെ സ്വർണങ്ങൾ കൂടി ജനങ്ങള്, പാവങ്ങള് മരിച്ചു വീണു, കുട്ടികള്, കുഞ്ഞുങ്ങള്. ഇതിൽ സ്വർണ്ണ കച്ചവടം മാത്രമാണ്, തങ്കത്തിന്റെ കച്ചവടം. ട്രംപ് അവിടെ ഇരുന്നിട്ട് പറയും ഇന്ന് ഡോളർ കൂട്ടണം, അവന് കിട്ടാനുള്ളത് കിട്ടും, ആര് മരിച്ചാലും അവന് യാതൊരു താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എന്തായാലും ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ഏത് വിധേനയും യുദ്ധം അവസാനിക്കണം എന്ന് പറഞ്ഞവരാണ് മഹാഭൂരിപക്ഷം എന്ന് പറയുന്നത്. വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം കൂടിയാണ്. ലോകത്ത് എവിടെയായാലും കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്നത്, ആളുകൾ പട്ടിണി കൊണ്ട് മരിച്ചു വീഴുന്നത്, ഒരു രാജ്യം തന്നെ ഇല്ലാതെയാവുന്നത്, ഓരോ ദിവസവും നാളെ എൻ്റെ ജീവൻ ഉണ്ടാകുമോ, സഹോദരൻ്റെ ജീവൻ ഉണ്ടാകുമോ, അമ്മയുടെ ജീവൻ ഉണ്ടാകുമോ എന്നൊന്നും അറിയാതെ ജീവിക്കേണ്ടി വരുന്ന ഗസയിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്നത് തന്നെ വലിയ ആശ്വാസം നൽകുന്ന ഒന്നുകൂടിയാണ്. ചിലരെങ്കിലും മറിച്ച അഭിപ്രായം പറയുന്നവരുണ്ട്, രാഷ്ട്രീയമായ അത്തരം അഭിപ്രായം ഉള്ളവരുമൊക്കെ ഉണ്ടാവും. പക്ഷേ മാന്യമായ രീതിയിൽ പ്രതികരിക്കാൻ എങ്കിലും തയ്യാറാവണം എന്നൊരു അഭ്യർത്ഥന കൂടി വെക്കുകയാണ്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റു വിഷയവുമായി.